السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد وعلى سائر النبيين وعلى آله وصحبه أجمعين وتابعين بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العظيم وصدق بلغ رسوله الكريم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരന്മാരെ, ഈ ഒരുമിച്ച് കൂടലിൻ്റെ ലക്ഷ്യമാക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രധാന പ്രസിഡന്റും ജമാഅത്ത് ഇസ്ലാമി വനിതാ ദിനം സോളിഡാരിറ്റി സയ്യോ നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാർ, സഹോദരന്മാർ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ 1-ാം തീയതി മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസം തണലാണ് കുടുംബം എന്ന ഒരു സന്ദേശം കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് ഉള്ള ഒരുമിച്ച് കൂടലാണിത്. ആ തണക്കെട്ട് അതിൻ്റെ ഹെഡിങ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, തണലാണ് കുടുംബം. ഏതൊരു മനുഷ്യരും എല്ലാ സന്ദർഭത്തിലും ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, എപ്പോഴും ലഭിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് തണൽ, കുളിർ, ആശ്വാസം, സമാധാനം എന്നൊക്കെ പറയുന്നത്. കുടുംബം തണലാണ്. ഇത് നമുക്കറിയാവുന്ന, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ്. ലോകത്തെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും എത്ര വലിയ സംവിധാനങ്ങളിലും സംഭവങ്ങളിലുമൊക്കെ കക്ഷിയായാലും അവസാനം കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കും. ജോലിയോ ആസ്വാദനങ്ങളോ മറ്റ് വല്ല പ്രധാനപ്പെട്ട കാര്യങ്ങളോ നിർവഹിക്കുന്നതിനൊക്കെ വേണ്ടി കുടുംബത്തിൽ നിന്ന് നമ്മൾ പുറത്തു പോയാൽ വളരെ പെട്ടെന്ന് തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ ആ വീട്ടിലെ ഉപ്പ ആഗ്രഹിക്കും, ഉമ്മ ആഗ്രഹിക്കും, മക്കൾ ആഗ്രഹിക്കും, പേരക്കുട്ടികൾ ആഗ്രഹിക്കും, അവിടെ ഉള്ള മരുമക്കൾ അല്ലെങ്കിൽ മകനും മകളുമൊക്കെ ഇണകൾ ആഗ്രഹിക്കും. ഇത് പഴയ കാലം മുതലേ മനുഷ്യനെ ആകർഷിക്കുകയും വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന
സംവിധാനങ്ങളിലൊന്നായിരുന്നു നമ്മളീ പറയുന്ന കുടുംബം എന്ന് പറയുന്നത്. അത് നിലനിർത്തുന്നതിന് വേണ്ടി പ്രത്യേകമായ ടാക്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള സാമ്പത്തികമായ അധ്വാനങ്ങളോ ഒന്നുമില്ലാതെ തന്നെ സ്വാഭാവികമായ ഒരു രീതിയിൽ നമ്മുടെ വീടും ആ വീട്ടിലുള്ള അംഗങ്ങളും ഇല്ലായ്മയിലും വല്ലായ്മയിലും, ചിലപ്പോൾ നല്ല അന്തരീക്ഷമായിരിക്കും, ചിലപ്പോൾ വളരെ പ്രയാസമുള്ള സാഹചര്യമായിരിക്കും, സങ്കടവും സന്തോഷവും കയറ്റവും ഇറക്കവും ചൂടും തണുപ്പും ആഘോഷങ്ങളും ആഘാതങ്ങളും ഒക്കെ നമ്മുടെ പുരയിലുണ്ടാവും, വീട്ടിലുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ട് വീട് എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത് നമ്മളുടെ വലിയ ഒരു സംരക്ഷണ കവചമായി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നമ്മുടെ വീടുകൾ മാറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പം ചില്ലറ മാറ്റങ്ങൾ അതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട് അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവിടുത്തെ ഇണകളാണ്, ആണും പെണ്ണും. വിവാഹത്തിലൂടെ, നിക്കാഹിലൂടെ, വലിയ ഒരു ഉടമ്പടിയിലൂടെ ഒന്നാകുന്ന ഒരാണും പെണ്ണും. അവർക്ക് മക്കളുണ്ടാകുന്നു, ആ മക്കൾക്ക് മക്കളുണ്ടാകുന്നു. അങ്ങനെ ഇവർ മാതാപിതാക്കളാകുന്നു, വല്യപ്പയും വല്യമ്മയും ഒക്കെ ആകുന്നു. വലിയ മക്കളുടെ ഒരു തലമുറ പരന്ന് ഒഴുകി വലിയൊരു സംവിധാനമായി വജഅലഹു നസബൻ വസഹറ, വിവാഹത്തിലൂടെയും കുടുംബ ബന്ധങ്ങളിലൂടെയും ഒരു വലിയ സംവിധാനമായി നമ്മളുടെ കുടുംബങ്ങൾ മാറുകയും ചെയ്യുന്നു. ആ സംവിധാനത്തെ വാപ്പ, ഉമ്മ, പുതിയാപ്പിള, പുതിപെണ്ണ്, അതുപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, പേരക്കുട്ടികൾ, ഇങ്ങനെയൊക്കെ നിലകൊള്ളുന്ന ഈ സംവിധാനത്തെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൂക്ഷ്മമായ ക്യാൻസറും എയ്ഡ്സും ഒക്കെ കയറി വരുന്നത് പോലെ, നമ്മളറിയില്ല ഇത് കയറിയിട്ടുണ്ടെന്നുള്ളത്. വലിയ പല മാരക രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ തലവേദനയായിട്ട്, ജലദോഷമായിട്ട്, മൂക്കടപ്പായിട്ട്, വയറിളക്കമായിട്ട്, പനിയായിട്ട്, പല സന്ദർഭങ്ങളിൽ പലതും വരും. അപ്പോൾ നമ്മളത് പനിയാണെന്ന് കരുതും, ചിലപ്പോൾ ജലദോഷമാണെന്ന് കരുതും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അല്ലറ ചില്ലറ പ്രശ്നം കരുതും. അവിടെ ഇവിടെയൊക്കെ വേദന വരും, പലതും ഉണ്ടാകും. അപ്പോൾ അതിനുള്ള ചെറിയ അല്ലറ ചില്ലറ ചികിത്സകൾ നമ്മൾ കൊടുക്കും. പക്ഷേ ദീർഘകാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ശരീരത്തിന് വലിയ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെയൊക്കെ അത് കടന്നാക്രമിച്ച് നശീകരണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും വളരെ സമർത്ഥമായി നശിപ്പിച്ച് അവസാനം ശരീരമെന്ന് പറയുന്ന ആ സംവിധാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടായിരിക്കും ആ മാരക രോഗം നമ്മളിലൂടെ കടന്നു പോകുന്നത്. എന്നതുപോലെ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ, മനസ്സിലാക്കാത്ത രീതിയിൽ, വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സ്വഭാവത്തിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വീടുകളെ, അതിൻ്റെ അകത്തുള്ള മനുഷ്യരുടെ മനോഹരമായ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായ, വളരെ തന്ത്രപരമായ, രാഷ്ട്രീയം അതിൽ പങ്കുവഹിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം അതിൽ പങ്കുവഹിക്കുന്നുണ്ട്, നമ്മുടെ സിനിമയും കലയും ഒക്കെ അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും കുടുംബത്തിൻ്റെ വാപ്പയും ഉമ്മയും ഇണകളും മക്കളും പേരക്കുട്ടികളും ആൺകുട്ടിയും പെൺകുട്ടിയും ആങ്ങളെയും പെങ്ങളുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഈ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിൻ്റെ വലിയ ദുരന്തങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ തണലാണ് കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിഷയം ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ കാരണമായി തീർന്നിട്ടുള്ളത്? നമ്മൾ ധാരാളം ഇസങ്ങൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നു. ലിബറലിസം എന്ന് പറഞ്ഞിട്ടൊരു ഇസം, നമ്മൾ എളുപ്പം കേട്ടിട്ടുള്ള കുറേ ഇസങ്ങളുണ്ട്. കമ്മ്യൂണിസം, നമ്മളെപ്പോഴും പറയുന്നൊരു വർത്തമാനമാണ് കമ്മ്യൂണിസം. അതുപോലെ തന്നെ ഫാഷിസം, നമ്മുടെ സംഘപരിവാർ RSS ഒക്കെ പ്രവർത്തിക്കുന്ന സംവിധാനം ഫാഷിസം. ചിലപ്പോൾ ഉമ്മമാർക്കും പെങ്ങന്മാർക്കൊന്നും വല്ലാതെ അറിഞ്ഞോളണമെന്നില്ല, എന്നാലും കേട്ടിട്ടുണ്ടാവും ക്യാപിറ്റലിസം. അങ്ങനെ ഒരു ഇസമുണ്ട്, ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടൊരു ഇസമുണ്ട്. പിന്നീട് കുറേ സാധനങ്ങൾ, നാഷണലിസം, ദേശീയത. എൻ്റെ പൊന്നാനിയാണ് നല്ലത്, ഞങ്ങളെ മലപ്പുറമാണ് വലുത്, ഞങ്ങളെ കേരളമാണ് വലുത്, ഞങ്ങളെ ഇന്ത്യ മാത്രമാണ് നല്ലത്, അല്ല പാകിസ്ഥാനാണ് നല്ലത്, അതല്ല അറബികളാണ് നല്ലത്, അതിലും വലുത് അമേരിക്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനാ താമസിക്കുന്ന പ്രദേശമാണ് ലോകത്തിലെ എല്ലാവരെക്കാളും മെച്ചപ്പെട്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ പൊന്നാനിയോട് ഇഷ്ടം കൂടുമ്പോൾ എടപ്പാളിനോട് നമുക്ക് ഭയങ്കര ദേഷ്യം. എടപ്പാളുകാരെ കണ്ണെടുത്തോണ്ടുകൂടാ. ഇപ്പുറത്തുള്ള മാറഞ്ചാരിക്കാരോടും ദേഷ്യം, അപ്പുറത്തേക്കുള്ള ആലത്തൂരും ചമ്പ്രവട്ടക്കാരോടൊക്കെ നമുക്ക് ദേഷ്യം. ഞങ്ങൾ പൊന്നാനി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അല്ലെങ്കിൽ എൻ്റെ മമ്പാടാണ്, നിലമ്പൂർ പറ്റൂല, വണ്ടൂർ പറ്റൂല, അതുപോലെ തന്നെ മഞ്ചേരി പറ്റൂല. എൻ്റെ മമ്പാട് മാത്രമാണ് കെങ്കേമൻ. എന്നിട്ട് എനിക്ക് നിലമ്പൂർക്കാരോട് ദേഷ്യം, വണ്ടൂർക്കാരോട് ദേഷ്യം. ഇങ്ങനെ വെറുതെ അങ്ങനെ അതിങ്ങനെ മൂത്ത് പഴുത്ത് ചീഞ്ഞ് അളിഞ്ഞ് പുളിഞ്ഞ് നാറി ദുർഗന്ധം വമിച്ച് മാരകമായി രൂപപ്പെടുന്ന ഒരു സാധനമാണ് ഈ നാഷണലിസം എന്ന് പറയുന്നത്. ദേശീയ ഭ്രാന്ത്, ദേശമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ മുതലാളിത്താണ്, പൈസ കൊണ്ട് മാത്രം ആളാവുക. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മളിപ്പോൾ പോകണില്ല. ലോകത്തെ നിയന്ത്രിക്കുന്നത് ഓലൊക്കെ തന്നെയാണ്. കാശുള്ളവരാണ് ലോകം നിയന്ത്രിക്കണം. നിങ്ങൾ വരയ്ക്കണം അതിൽ ഹിന്ദു, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, പിന്നെ നമ്മളെ വലിയ ജനാധിപത്യം, സോഷ്യലിസം, എന്താണ് പിന്നെ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർത്താനൊക്കെ പറയും. സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വല്ല റോളുണ്ടെങ്കിൽ സെക്യുലറിസത്തിനുള്ളൂ, ബാക്കിക്കൊന്നും ഒരു പ്രസക്തിയില്ല. ജനാധിപത്യമോ സോഷ്യലിസമോ ഇനി ഹിന്ദുമതമോ ക്രിസ്തുമതമോ ബുദ്ധമതമോ ജൈനമതമോ ഒന്നുമല്ല മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിപ്പോൾ 700 കോടിയിലധികം ആളുകളുണ്ട്, 750 കോടിയോളം ആളുകളുണ്ട്. ഈ 750 കോടി ആളുകളെയും അണ്ടർഗ്രൗണ്ടിൽ ഉള്ളിലിരുന്നിട്ട് നിയന്ത്രിക്കുന്നത് ക്യാപിറ്റലിസമാണ്, മുതലാളിത്തം. നമ്മുടെ രാജ്യത്തെ പോലെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പള്ളി പൊളിച്ച് ഇനിയും കുറേ പള്ളി പൊളിക്കേണ്ട ലീസ്റ്റായിട്ട് ഒരു പോണുണ്ട്. അതുപോലെ തന്നെ പലതരം അജണ്ടകൾ. ഇവിടുത്തെ കുറേ കാട്ടുകള്ളന്മാരായ മുതലാളിമാരുണ്ട്, അതിഭീകരമായ മുതലാളിമാർ. അദാനി, അംബാനി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നതെന്നും എന്തിനാണ് അവർ പൈസ ഉണ്ടാക്കുന്നതെന്നും ആ പൈസ എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതിനിവിടുത്തെ പാർട്ടികളും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും ഒക്കെ എന്തൊക്കെ കള്ളക്കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ മുമ്പിൽ ഒരിക്കലും വരാത്ത വിഷയങ്ങളാണ്. അവരുടെ കള്ളികൾ പുറത്ത് ചാടുമ്പോഴാണ് പള്ളി പ്രശ്നം ഉണ്ടാവുക, അമ്പലപ്രശ്നം ഉണ്ടാവുക, ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടാവുക, അടിക്കലും തല്ലലും കൊത്തലും ഒക്കെ തുടങ്ങല് ഈ മഹാകെട്ട മുതലാളിമാരുടെ മാറിത്തരങ്ങൾ, ദുഷിപ്പുകൾ നാട്ടുകാരറിയുകയും അതിനെ വിചാരണ ചെയ്യുകയും എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് സമ്പൽ പള്ളിയിലേക്ക് പൊളിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഖനനം ചെയ്ത് കുഴിക്കാനും ഒക്കെ സർക്കാരിൻ്റെ ആളുകളും അതുപോലെ തന്നെ ഫാസിസ്റ്റുകളൊക്കെ ഇറങ്ങി പുറപ്പെടുകയൊക്കെ ചെയ്യാം. ഞാൻ ആ ഭാഗം അവിടെ വെക്കുകയാണ്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഒന്നും വെറുതെ അടക്കണമെന്നല്ല. ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട പൈസ കൊണ്ട് മാത്രം ഖുർആൻ അതിനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, പണം ഒരുമിച്ച് കൂട്ടാനും കണ്ടമാനം ശേഖരിച്ചു വെക്കാനും അവർ ഇഷ്ടപ്പെടുന്നു. ഫജമഅ ഫഅവ, അങ്ങനെ കൊണ്ടുവന്ന് ബാങ്കിലും ലോക്കറുകളിലും മൗറീഷ്യസിലും സ്വിറ്റ്സർലാൻഡിലും വലിയ വലിയ ബാങ്കുകളിലൊക്കെ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് കെട്ടിപ്പൂട്ടി യഹ്സബു അന്ന മാലഹു അഖലദ, പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ ധരിച്ച് അതിൻ്റെ മേൽ അടയിരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ നടത്തുന്ന സാധനത്തിനാണ് ക്യാപിറ്റലിസം എന്ന് പറയാം. പിന്നെ സെക്യുലറിസം ഉണ്ട്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്നാണ് അർത്ഥം പറയുന്നത്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മത ഇതര തത്വം, മത ഇതര തത്വം.
എന്ന് പറഞ്ഞാൽ മതത്തിന് പുറത്തുള്ള തത്വം. മതത്തിന്റെ തത്വങ്ങളൊക്കെ നിങ്ങളാണ് മാറ്റി വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അള്ളാനെ മാറ്റി വെക്കുക, റസൂലിനെ മാറ്റി വെക്കുക, ഖുർആനെ മാറ്റി വെക്കുക, ഹദീസ് മാറ്റി വെക്കുക, യേശുവിനെയും ബൈബിളിനെയും ഒക്കെ മാറ്റി വെക്കുക, ഗീതനെയും കൃഷ്ണനെയും ഒക്കെ മാറ്റി വെക്കുക, ബുദ്ധനെയും ബുദ്ധന്റെ ധർമ്മപദമൊക്കെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ മഹാപ്രവാചകന്മാരും അള്ളാഹുവും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഏതൊക്കെയോ വൃത്തികെട്ടന്മാർക്ക് തോന്നുന്ന ചിന്തകളും പ്രയോഗങ്ങളും ആശയങ്ങളും ഒക്കെ ഭൂരിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ചില താല്പര്യങ്ങളുടെയൊക്കെ പേരിൽ തീരുമാനിച്ചിട്ട് നടത്തുന്ന, ഖുർആനിന് പുറത്തുള്ള, ബൈബിളിന് പുറത്തുള്ള, ഗീതക്ക് പുറത്തുള്ള, അള്ളാഹുവിനും റസൂലിനും പ്രവാചകന്മാർക്കും ഒക്കെ പുറത്തുള്ള കാര്യങ്ങളെ നടത്തുന്നതിനാണ് ശരിക്കും മതേതരത്വം, മത ഇതര തത്വം, മതത്തിന് പുറത്തുള്ള തത്വം. ഇതാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇത് കുറച്ച് അപകടകരമായ സാധനമാണ്. അതേസമയം വേറെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ നാട്ടിലിപ്പം മതേതരത്വം എന്ന് പറഞ്ഞാൽ അതെന്താ സാധനം എന്ന് ചോദിച്ചാൽ എല്ലാ മതക്കാർക്കും തുല്യാവകാശം. അതിനാണ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇപ്പം തൽക്കാലം മതേതരത്വം എന്ന് പറയുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും ജൈനമതക്കാരൊക്കെ ഒരുപോലെയാണ്, മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഭയങ്കരമായിട്ട് വർണ്ണിച്ച് പറയുകയൊക്കെ ചെയ്യും. എല്ലാ മതക്കാർക്കും തുല്യ പങ്ക് കൊടുക്കണം. അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരേപോലെ പരിഗണന കൊടുക്കുകയും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ തുല്യമായിട്ട് പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന മതേതരത്വം എന്ന്. പക്ഷെ അതല്ല ശരിക്കും ലോകത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത്. പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അള്ളാനെയൊക്കെ തള്ളി മറിച്ചിട്ടിട്ട് തങ്ങൾക്ക് തോന്നുന്നത് മുഴുവൻ ചെയ്യാൻ അവസരം കൊടുക്കുന്ന, അനുമതി കൊടുക്കുന്ന വളരെ മാരകമായ ആശയങ്ങളിലൊന്നാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സെക്യുലറിസം, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിസം, പിന്നെ ഫാഷിസം, നമ്മൾ നേരത്തെ പറഞ്ഞ് വെറുപ്പ് മാത്രം. എന്തിനാ വെറുക്കണമെന്ന് വെച്ചാൽ ഞാനാണ്, നിങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യമാണ്. ഞാനായതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് വെറുതെ ദേഷ്യം. അല്ലാതെ എൻ്റെ നിലപാട് ഞാൻ മദ്യപിക്കുന്നവനോ കൈക്കൂലി വാങ്ങുന്നവനോ കള്ളക്കച്ചവടം നടത്തുന്നവനോ അല്ലെങ്കിൽ തമ്മാടിയൊക്കെ ആയതുകൊണ്ട് ആ പ്രവർത്തനത്തെ വെറുക്കല്ല. മറിച്ച് എന്ത്, സലീം അമ്പാടനോട് എനിക്ക് ദേഷ്യമാണ്, വെറുതെ ദേഷ്യം. ഒരടിസ്ഥാനമില്ല. ധാർമ്മികതയോ മൂല്യങ്ങളോ അല്ലെങ്കിൽ ആശയങ്ങളോ ദർശനങ്ങളോ ഒക്കെ വെച്ചിട്ട് ഒരു പ്രത്യേകമായ അടിസ്ഥാനത്തിൽ ഒരു എതിരാളിയെ കാണുക എന്നുള്ളതല്ല. മറിച്ച് വെറുതെ നമ്മുടെ സ്വാർത്ഥതയും അസൂയയും കുശുമ്പും അതുപോലെ തന്നെ വാശിയും നിലവാരമില്ലായ്മയൊക്കെ ചേർത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവരോട് ദേഷ്യം ഉണ്ടാക്കുക. ഇതാണ് ഇപ്പോൾ ഫാഷിസത്തിൻ്റെ. അങ്ങനെയാണ് ഓരോ റോട്ടിലിട്ട് തല്ലിക്കൊല്ലണത്, മനുഷ്യനെ വെടിവെച്ച് കൊല്ലണത്. പട്ടിയേക്കാളും പന്നിയേക്കാളും ഒക്കെ വില മനുഷ്യനുണ്ട് എന്നൊക്കെ, മോശക്കാരാണ് മനുഷ്യന്മാരെന്ന് വരുത്തി വെച്ചിട്ട് മനുഷ്യരെ പച്ചക്കറി തിന്നുന്നോന്നാ എന്നൊക്കെ പറയാം. പശു ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ കൊന്നുകൊണ്ട് ഇത് ലോകത്തുടനീളമുണ്ട് ഈ സാധനം. ജാതി മതം ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ഒക്കെ പയറ്റും ഈ സൂത്രങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ഫാഷിസം. ഈ 4-5 ഇസങ്ങൾ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊക്കെ അങ്ങാടിയിലും റോട്ടിലും ഒക്കെ വലിയ ഫാഷിസം വലിയ ചർച്ചാ വിഷയമാണ്. കമ്മ്യൂണിസം ഒരു ഘട്ടത്തിൽ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഭയങ്കര ഇസായിട്ട് ആ സാധനം നിൽക്കുന്നില്ല. വേറെ കോലത്തിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. ക്യാപിറ്റലിസം ഒക്കെ നമ്മുടെ മുമ്പിൽ ചർച്ചയിലുണ്ട്. ഈ 4-5 എണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊ പുതിയ ഒരു സാധനം കൂടി, അതിനെക്കുറിച്ചാണ് നേരത്തെ ലിബറലിസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാപിറ്റലിസം, സെക്യുലറിസം, ഫാഷിസം എന്നൊക്കെ പറയുന്നത് പോലെ, കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ മാരകമായ അപകടകരമായ, ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പോലും വളരെയേറെ പാടുപെടേണ്ടി വരുന്ന, ക്യാപിറ്റലിസത്തിനൊക്കെ അതിന്റെ കളി കണ്ടാൽ നമുക്ക് തിരിയും, ഫാഷിസത്തിനൊക്കെ നമുക്ക് മനസ്സിലാവും. അതേസമയം ഈ സാധനം ഉണ്ടല്ലോ, ഇത് തിരിഞ്ഞു കിട്ടാൻ കുറച്ച് പണിയാണ്. നമ്മളെ അടക്കം വലയം ചെയ്ത് നമ്മളെ കെട്ടിപ്പൊതിഞ്ഞ് എടുത്ത് കൊണ്ടുപോയി വെച്ച് നമ്മൾ ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും ധരിക്കുന്ന തുണിയും കുപ്പായത്തിലും നടക്കുന്ന സ്ഥലങ്ങളിലും കാണണ കാഴ്ചയിലും കേൾക്കണ കേൾവിയിലും നമ്മുടെ കയ്യും കാലും അനങ്ങണ എല്ലാ സംഗതികളിലും നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും നിറഞ്ഞ് കവിഞ്ഞ് അതിര് വിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ? ലിബറലിസം എന്ന് പറഞ്ഞാൽ, ലിബറലാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വതന്ത്രനാവുക. ലിബർട്ടി എന്നൊക്കെ പറയലില്ലേ? ലിബർട്ടി പ്രതിമയ്ക്കുണ്ട് അമേരിക്കയിലൊക്കെ, മറ്റേ ഈ സ്വാതന്ത്ര്യ പ്രതിമ എന്നൊക്കെ പറഞ്ഞു. ലിബറലാവുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനാവുക എന്നാണ്. സ്വതന്ത്രനാവുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം തന്ത്രമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാവുക. അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വന്തം തന്ത്രമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാവുക. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ബ്രിട്ടീഷുകാരോട് പോരാടി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരന്റെ തന്ത്രമനുസരിച്ചല്ല ഞങ്ങൾ പണിയെടുക്കാൻ, ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യന്മാര് ഞങ്ങൾക്ക് തോന്നിയതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്, അല്ല നിങ്ങൾ പറയണത് കേട്ടിട്ടല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന്റെ ഏറ്റവും അപകടകരമായ പ്രയോഗമാണ് ലിബറൽ എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ സ്വന്തം തന്ത്രമനുസരിച്ച് സ്വാതന്ത്ര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് ലിബറൽ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഉദാരനാവുക. ഉദാരനാവുക നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലോണം പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ആര് വന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ പൈസ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ആൾ ഉദാര മനസ്കനാണ് നമ്മൾ പറയും. നല്ലോണം പൈസ കൊടുക്കുന്ന ആളാണ് എന്ന് നമ്മൾ പറയും. അയാളെ കീശയിൽ കച്ചവടത്തിന് വെച്ചതാണോ, കടം വാങ്ങിയതാണോ, വരവാണോ, ചെലവാണോ, ഇനി നാളേക്കുള്ളതാണോ മറ്റന്നാൾക്കുള്ളതാണോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യും, ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ മുന്നും പിന്നും ഇടതും വലതും നോക്കാതെ ആള് പൈസ എടുത്തിട്ട് കൊടുക്കും. അങ്ങനത്തെ ആളെ കുറിച്ച് നമ്മൾ ഉദാര മനസ്കൻ എന്നാണ് പറയുന്നത്. ശരിക്കും അത് അത്ര വലിയ മനസ്സല്ല. ആ ഖുർആൻ തന്നെ പറയുന്നത് അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ ഒന്നായിട്ട് അയച്ചു വിടുകയും ചെയ്യരുത്, മുറുകി പിടിക്കുകയും ചെയ്യരുത്, തീരെ കൊടുക്കാതെ ഇരിക്കരുത്, എന്നാൽ കൊടുത്ത് തൊലയാനും പാടില്ല. ഇങ്ങനെയാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് പകരം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ കൊടുത്തിട്ട് ഇയാൾ മുടിയാണോ, ഇയാൾ എടുത്തു കൊടുക്കണ പൈസ അയാളെ തന്നെയാണോ, അയാളെ മക്കളതാണോ, പെണ്ണുങ്ങളതാണോ, ഞാൻ അയാൾക്ക് കടമുള്ള പൈസയാണോ, അയാൾക്ക് കച്ചവടത്തിന് ഇറക്കേണ്ട പൈസ, ഇതൊന്നും നോക്കാതെ എടുത്തിട്ട് കൊടുക്കും. പൊതുവെ നല്ല കൊടുക്കുന്ന ആൾക്കാർക്ക് ഉദാര മനസ്കർ എന്ന് പറയും. ഉദാരത എന്ന് പറയുന്നത് നല്ലൊരു ലക്ഷണം. ഈ ലിബറലാവുക, ഉദാരനാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ കാര്യങ്ങളിലും ലക്കും ലഗാനും ഇല്ലാതെ എന്തും ചെയ്യാനുള്ള, നമ്മൾ പറഞ്ഞല്ലോ പൈസ വാപ്പാൻ്റെ ആണോ ഉമ്മാൻ്റെ ആണോ എളാപ്പാൻ്റെ ആണോ മൂത്താപ്പാൻ്റെ ആണോ വിറ്റതാണോ എടുത്തതാണോ കടാണോ ഒന്നും നോക്കാതെ എടുത്തിട്ട് പൈസ ഒരുത്തെടുത്തിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ വീട് മുടിയും, ആ കുടുംബം മുടിയും, ആ തറവാട് മുടിയും, അയാളെ കച്ചവടം മുടിയും എന്നതുപോലെ ഒരാളാണ്ട് ഉദാരനാകാൻ എല്ലാ കാര്യത്തിലും തനിക്ക് തോന്നിയത് മുഴുവൻ ചെയ്യാൻ തുടങ്ങുക. ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഉദാരനെന്നും സ്വതന്ത്രനെന്നും ഒക്കെ ഉള്ള അർത്ഥം ഈ ലിബറലിന് പറയുന്നത്. ഇതിനാണ് ലിബറലിസം എന്ന് പറയുക. ഉദാരവാദം, സ്വാതന്ത്ര്യവാദം. സ്വാതന്ത്ര്യവാദം. ഇനി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത്ര മോശമുള്ള സാധനമൊന്നുമല്ല. സ്വാതന്ത്ര്യം നമുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, എല്ലാ സ്വാതന്ത്ര്യത്തിനും ഒരു അതിരും വരമ്പും മതിലും കുമ്മായ വരെയൊക്കെ വേണം. നമ്മളെ വീട്ടിൽ റൂമുണ്ടോ, വീട്ടിന് അതിരുണ്ട് ഉണ്ടല്ലോ, അതിരില്ലാത്ത വീടുണ്ട് എവിടെയെങ്കിലും? നമ്മളെ വീട് നിൽക്കണേനും ഒരു അതിരുണ്ടാവും. ഒരു മതിലൊക്കെ കിട്ടി, ഇപ്പം മതിൽ തന്നെയാണ് കിട്ടുക. പഴയ കാലത്ത് നമ്മൾ അതിരുകളില്ലെങ്കിൽ പോലും ഭാവനയിലെങ്കിലും ഒരു അതിരുണ്ടാവും. ഇത് നമ്മളെ സ്ഥലമാണ്, മറ്റത് ഓല സ്ഥലമാണ് എന്ന് വേർതിരിക്കുന്ന ഒരു അടിസ്ഥാനം, ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു അതിര് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ മതിലെന്നെ കിട്ടുന്നുണ്ട്. ഞാൻ മതില് കെട്ടിയിട്ട് അതല്ലല്ലോ വീട്, അതിൻ്റെ ഉള്ളിൽ വീട് വേറെയാണ്. ആ വീടിനുണ്ടൊരു ചട്ടക്കൂട്, പ്രത്യേക അളവിലും സ്ക്വയർ ഫീറ്റും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു അതിരിലാണ്, ഒരു പ്രത്യേക ചട്ടക്കൂടിലാണ് ആ വീട് നിൽക്കുന്നത്. ആ വീട്ടിലെ ഓരോ റൂമിനും ഒരു അതിരുണ്ട്. എല്ലാം കൂടി ഒരു പരന്ന ഗ്രൗണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കല്ലോ. അടുക്കളയ്ക്ക് ഒരു അതിരുണ്ട്, ബാത്റൂമിന് വേറുണ്ട്, ലിവിംഗ് റൂമിന് വേറുണ്ട്, അതുപോലെ തന്നെ പ്രയർ ഹാളിന് വേറുണ്ട്. എല്ലാം നമ്മൾ കളം തിരിച്ച് കള്ളി തിരിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട്. അതേസമയം ആ വീട് നമ്മുടെ സ്വതന്ത്ര സ്ഥലമാണ്. ആ ഭൂമി നമ്മുടേതാണ്. ആ വീട്ടിലും ആ ഭൂമിയിലുമൊക്കെ അയലോക്കക്കാരൻ എന്ത് ചെയ്യുന്നു നോക്കേണ്ട കാര്യമില്ല. നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നല്ലതും ചെയ്യാം, മോശപ്പെട്ടതൊക്കെ ചെയ്യാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഇവർ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലിബറലിസം എന്ന് പറയുന്ന സാധനത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഒരു വിശദീകരണം കൂടി ഇവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് യുണീക്ക് എന്ന് പറഞ്ഞാൽ പരമാധികാരം, സുപ്രീം സോവറിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഞാൻ തന്നെ എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുക, എൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുക. ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് തീരുമാനിക്കാൻ അധികാരമുള്ളത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇനിയിപ്പോ നമ്മളാണ് തീരുമാനിക്കാൻ അധികാരം ഉണ്ട് എന്ന് കരുതിയോണ്ട് നമുക്കിപ്പോ ഈ ഹാളാണ് പൊന്തിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കും. ഇവിടെ നമുക്കൊക്കെ കൂടി ഞങ്ങൾക്ക് അധികാരം എന്ന് പറയുന്നത് എന്തിനാ, എന്തും ചെയ്യാനും എങ്ങനെ ചെയ്യാനും എവിടെ ചെയ്യാനും എപ്പ ചെയ്യാനും ഉള്ള കഴിവിനും ശേഷിക്കൊക്കെയാണ് അധികാരം നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു അധികാരം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അധികാരം, ആ പരമാധികാരമുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ മനുഷ്യന്മാർക്ക് അധികാരം നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യനെ മാത്രമല്ല, ലോകത്തിലെ ഒരു സൃഷ്ടിജാലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു അധികാരം നൽകിയിട്ടില്ല. ഖഹാർ, മുതകബ്ബിർ, ജബ്ബാർ, അടക്കി ഭരിക്കുന്നവൻ, എല്ലാറ്റിനെയും അതിജയിക്കുന്നവൻ, എല്ലാറ്റിൻ്റെയും മുകളിലിരിക്കുന്നവൻ, മാലിക്, മുൽക്ക് ഒക്കെ അള്ളയാണ്. നമ്മളിപ്പോ ആരെങ്കിലുമൊക്കെ പറയണത് കേട്ടിട്ട് അയാളാണ് വലുത്, അവരാണ് വലുത്, ആ രാജ്യമാണ് വലുത്, ആ നേതാവാണ് വലുത്, ഒരർത്ഥമില്ല.
കാരണം നരേന്ദ്രമോദി നാളെ മരിക്കും, ഉറപ്പാ, നമുക്ക് സംശയമില്ലല്ലോ. നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ നാളെ 10 മണിക്ക് മരിക്കുന്നല്ല. അദ്ദേഹം ഇവിടെ കാലാകാലം ജീവിക്കുന്ന ആളൊന്നുമല്ല. മൂപ്പര് വണ്ടില്ല, നമ്മുടെ പ്രധാനമന്ത്രി വണ്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും പവർഫുള്ളായ, കഴിവുള്ള, അധികാരമുള്ള വ്യക്തിത്വമാണ് നരേന്ദ്രമോദി. അതുപോലെ അമിത്ഷായും ഒക്കെ. ഓലിപ്പോ കഴിഞ്ഞ 72-80 വയസ്സായിട്ടുണ്ടാവും. 80 കൊല്ലം മുമ്പ് നരേന്ദ്രമോദി എവിടെയായിരുന്നു? ഇനിയിപ്പോ അടുത്തൊരു 10 കൊല്ലം പോലും അദ്ദേഹം ഉണ്ടോ നമുക്കറിയില്ല. 10 കൊല്ലത്തിന്റെ ഇടയിൽ ചിലപ്പോൾ മരിക്കും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനമൊക്കെ പോയി വീട്ടില് കട്ടിലില് വിശ്രമിക്കേണ്ട, പിന്നെ അവസാനം മരിക്കേണ്ട. ഏതൊരു മനുഷ്യനും, ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട് പിണറായി വിജയൻ, അദ്ദേഹം എത്ര കാലം മുഖ്യമന്ത്രി ആയിട്ടിരിക്കുക? നാളെ മറ്റന്നാളോ അദ്ദേഹം തിരിച്ചു പോവും, ഉറപ്പാണ്. അപ്പൊ അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട്, നമ്മൾ വലിയ അധികാരമുള്ളവരാണ് എന്നൊന്നും വിചാരിക്കുന്നുണ്ട് എല്ലാറ്റിനെയും അതിജീവിക്കാനും അഭിമുഖീകരിക്കാനും കൈകാര്യം ചെയ്യാനൊന്നുള്ള കഴിവ് നമുക്കാർക്കും ഇല്ല, ഒരാൾക്കും ഇല്ല. പക്ഷെ ലിബറലിസം നമ്മളോട് പറയണത്, ഈയാണ് അന്റെ പരമാധികാരി, അന്റെ കാര്യങ്ങൾ അനക്ക് തീരുമാനിക്കാം, എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, എന്തും ചെയ്യാനുള്ള അധികാരം നിനക്കുണ്ട്. ഇതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖീദ എന്ന് പറയുന്നത്, ആദർശം. അപ്പൊ കേൾക്കുമ്പോ എന്താന്ന് വെച്ചാൽ, ഇന്ന വാപ്പിമിനെ ഇതിങ്ങനെ തിരിഞ്ഞ് വളഞ്ഞ് നേരെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ ഇതിന്റെ കഥ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? എന്റെ വാപ്പിമ്മിനെ നിയന്ത്രിക്കാൻ വരേണ്ട കാര്യമല്ല, എന്റെ കെട്ടിയവനോ എന്റെ കെട്ടിയോളോ എന്നെ നിയന്ത്രിക്കാൻ വരേണ്ട കാര്യമല്ല, വാപ്പിമ്മി ഞങ്ങളെ നിയന്ത്രിക്കേണ്ട കാര്യമല്ല. അതേപോലെ മക്കള് വാപ്പാനെയും ഇമ്മാനെയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതൊന്നും ബാധ്യതകളില്ല. ആങ്ങൾക്ക് പെങ്ങളെയോടോ പെങ്ങൾക്ക് ആങ്ങളെയോടൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഉസ്താദുമാരും ടീച്ചർമാരും പ്രൊഫസർമാരും അധ്യാപകന്മാരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട അങ്ങനെയൊന്നൊരു സാധനമില്ല. മറിച്ച് ഇന്ന കാര്യങ്ങള് ഞാനത് തീരുമാനിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ. ഇതിങ്ങനെ ഒരു പെരയിൽ എല്ലാവരും കൂടി തീരുമാനിക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെ മക്കളെ തീരുമാനിക്കാൻ ഇനി മുതൽ വാപ്പിമ്മീന്റെ ജീവിതത്തിൽ ഇടപെടണ്ട. വാപ്പിമ്മീൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ആരും ജീവിതത്തിൽ ഇടപെടണില്ല. ഉമ്മ തീരുമാനിക്കുകയാണെങ്കിൽ വാപ്പാന്റെ ജീവിതത്തിൽ ഞാനും ഇടപെടില്ല. വാപ്പ തീരുമാനിക്കുകയാണെങ്കിൽ ഉമ്മാന്റെ ജീവിതത്തിൽ ഞാനും ഇടപെടില്ല. ഉമ്മ വേറെ, വാപ്പ വേറെ, മകര് വേറെ, മകള് വേറെ, എല്ലാവരും കൂടി 4 ഭാഗവും കലങ്ങി മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് സ്വതന്ത്രരായി. പിന്നെ വീടുണ്ടാവില്ല, പിന്നെ കുടുംബം ഉണ്ടാവില്ല, മക്കളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വാദം, ഇത് അങ്ങനെ ആരെയും നോക്കണ്ട. രണ്ടാമത് ഇതിനൊരു വാദം കൂടി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രനാവും. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യം, ഫ്രീഡം, എന്തും ചെയ്യാം. എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഞാൻ ചെയ്യാം. അതിന് നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ പോരെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരു കാര്യം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എന്ത് വേണമെങ്കിൽ, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ വേറൊരു പെണ്ണിന്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഒരു ആണിന്റെ കൂടെ പോയി, ഞാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ പോയി, എനിക്ക് തോന്നിയത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു, അതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മകളെ കല്യാണം ആലോചിക്കാൻ നിൽക്കുകയാണ്. മകനോട് പറയണം പെണ്ണ് കിട്ടണമെന്ന്. നമ്മളിങ്ങനെ കാരണം 20ആയി, 22ആയി, 24ആയി, 25ആയി, നല്ല ഡിഗ്രിയാണ്, PhD ആണ്, ഡോക്ടറേറ്റൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓനെ വിളിച്ചിട്ട് പറയണേ കല്യാണം നടത്തില്ലേ? കല്യാണമൊക്കെ ഇപ്പൊ പഴയ കഥയാണ്. കല്യാണമൊക്കെ കഴിച്ചാൽ കുടുങ്ങി, ഓളും കുടുങ്ങി, ഞാനും കുടുങ്ങി, പിന്നെ രണ്ടാൾക്കും കൂടി കുട്ടികളായാൽ പിന്നെ ഓലും കുടുങ്ങി. ആകെ കൂടി അങ്ങനെ കൈയും കാലും കൂട്ടിക്കെട്ടി ഇങ്ങോട്ട് പിന്നെ ഒച്ചയും വിളിയും ബഹളവും വർത്താനവും ഒക്കെ ആയിട്ട് എന്തിനാ വാപ്പ ഇമ്മാതിരി വേണ്ടാത്ത പണിക്കൊക്കെ പോണ്? ഞാനായിട്ടാണ് ജീവിച്ചോളാം. ഇനി വല്ലതൊക്കെ പറ്റുമെന്ന്. പണ്ടിപ്പോ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളൊന്നും നമ്മളെ വാപ്പാരിമാരെയൊക്കെ നിങ്ങൾ കണ്ടിരിക്കണം, ചേലും പോലൊക്കെ നല്ല വെളുത്ത അമ്മേക്കാരൻ, വാപ്പുണ്ടാവും കറുത്ത് നിൽക്കണം, ഉമ്മ നല്ല നീളുണ്ടാവും, വാപ്പുണ്ടാവും ആകെ ചെറിയ കുള്ളനായിട്ട് കിടക്കണം. അതേപോലെ ഉണ്ടാവും വാപ്പ നല്ല സുന്ദരനായിരിക്കും, ഉമ്മ ഉണ്ടാവും കറുത്ത് ആകെ കൂടി കുള്ളത്തെ കേട്ട്. പഴയ കാലത്ത് നമ്മളൊക്കെ വീട്ടിൽ നോക്കിയിട്ട് നിങ്ങള് കല്യാണം നടന്നത്, ഓൾക്ക് കുട്ടികളുണ്ടായിരിക്കണം, മക്കളുണ്ടായിരിക്കണം, സുഖമായിട്ട് അവർ ജീവിച്ചിരിക്കണം. ഇപ്പൊ ആ കളിയൊന്നും നിങ്ങൾക്ക് ഇതൊന്നും നടത്താനും പറ്റൂല കേട്ടോ. നമ്മളെ കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് അനക്ക് നമ്മളിങ്ങനെ ഒരാളെ കണ്ടു വെച്ചിരിക്കണമെന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ പറയേണ്ടതുണ്ട് നല്ല രീതിയിൽ. ഇപ്പൊ നമ്മുടെ കുട്ടി ഇങ്ങോട്ട് പറയും, നിങ്ങൾ എവിടുന്ന് ഓഫർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പൊ നമ്മളെ ഇപ്പൊ ഈ ഇരിക്കുന്ന ദിവസം തന്നെ നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയാ, പ്രഷർ കുക്കർ തിളക്കണ മാതിരി ഇങ്ങനെ തിളച്ചിക്ക. ഇവള് ആരായിട്ടാണ് വരികയെന്ന് അള്ളാഹു ആഴം. ഇപ്പൊ ഇന്നിപ്പോ എന്നോട് ഒരാൾ സംസാരിച്ചപ്പോ പറഞ്ഞ് എന്റെ കുട്ടീനോട് ഇപ്പൊ അവസാനം ഞാൻ പറഞ്ഞിരിക്കണം എന്താന്ന് വെച്ചാല്, ഇജ്ജ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ ജാതിപ്പെട്ട ഒരാളെ കൊണ്ടുവരണം കേട്ടോ, ഞാൻ മാനം കെടുത്തരുത്, അത് മാറി നമുക്ക് നടത്താലോ.
ഇത് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് നമ്മളെ അഭിമാനം നശിപ്പിക്കരുത്. ഞാൻ ഇന്ന പദവിയിലും സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആളാണ്, ആ പള്ളി കമ്മിറ്റിയിലുണ്ട്, അതിന്റെ സംഘടനയുടെ ആ പദവിയിലുണ്ട്, ഇതൊക്കെ കൂടി കളഞ്ഞു കുളിച്ചുകൊണ്ട് അവസാനം ഞാൻ നാണം കെടുത്തരുത്. രജിസ്റ്റർ ഓഫീസിൽ പോയി പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി താമസിച്ച് ഒക്കെ കൂടി കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങോട്ട് താലിമാരി ചേർത്തേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാക്കി വെക്കരുത്. അത് മാത്രമേ വസിയത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കുട്ടിനോട് പറയാം. കാരണം ഓൾ ആരെ കൊണ്ടുവരിക എന്നുള്ളത് അള്ളാഹു ആയാലും ഓനാരെ കൊണ്ടുവരാന്നറിയില്ല. യൂറോപ്പിലും കാനഡയിലും ഒക്കെ പഠിക്കാൻ പോയി, പഞ്ചാബിലും ഉത്തർപ്രദേശിലൊക്കെ പഠിക്കാൻ പോയി. നമ്മൾ പഠിക്കാനാ വിട്ട, പക്ഷെ അവൻ പെണ്ണിനായിട്ടാണ് വരുന്നത്. ഒരു പെണ്ണ് ഇതാ വരികയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ഇങ്ങോട്ട് വരികയാണ്, വാപ്പാക്കും വാക്കും. പണ്ടാണെങ്കിൽ വാപ്പയും അവിടെ വരേണ്ട വരക്കും നിൽക്ക അവിടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അനങ്ങാൻ പറ്റൂല. അനങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വാപ്പ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഓലുണ്ടാവും റെഡി ആയിട്ട് സാധനങ്ങളൊക്കെ വരിക. എന്നിട്ട് അവസാനം ഓലുണ്ടാവും ആയിക്കോട്ടെ ഒത്തൊന്ന് പോട്ടെ എന്ന രീതിയിൽ നമ്മൾ കല്യാണമാണ് നടത്തി കൊടുത്താലോ 6 മാസമാവില്ല. അപ്പോൾ തന്നെ പഴുക്കാൻ തുടങ്ങി, ചെയ്യാൻ തുടങ്ങി, പുഴുവരിക്കാൻ തുടങ്ങി, അതിനുള്ളിൽ പൊട്ടലും ചീയലും ദുർഗന്ധവും ഒക്കെ വരാൻ തുടങ്ങി. വെറും 6 മാസം കൊണ്ട്, വെറും 6 മാസം പോലും എടുക്കണില്ല. പെട്ടെന്ന് സാധാരണ ഒരു 3 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു 3 കൊല്ലത്തിൻ്റെ 6 കൊല്ലത്തിൻ്റെ ഒക്കെ ഇടയിൽ പൊതുവേ നമ്മുടെ ജീവിതത്തിൽ ഒരു കയറ്റ ഉറക്കമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ആ ഒരു എന്താണ് പറയുക, ഹാങ് ഓവറൊക്കെ വിട്ടിട്ട് പച്ച യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വരും. കല്യാണം പുതിയാപ്പിള പുതിയണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമുള്ള ഒരു ലോകം ഉണ്ടാവും. പക്ഷെ അത്ര ലളിതൊന്നുമല്ലല്ലോ കല്യാണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ വഅഖദന മിൻകും മീസാഖൻ ഖലീല വഅഖദന മിൻകും മീസാഖൻ ഖലീല, നബിമാരോട് നബിയാകണീനെ കുറിച്ച് കരാറ് വാങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ നബി ആയിട്ട് തന്നെ നിൽക്കണം. ഭൂമി കുലുങ്ങും, കൊടുങ്കാറ്റടിക്കും, കടല് കയറും, മല പൊട്ടി വരും. അപ്പൊ നിങ്ങള് നബി ആയതുകൊണ്ടാണ് ഇതൊക്കെ കൂടി ഞാൻ ഇടങ്ങേറാകേണ്ടി വന്നത്. പണ്ടാറടക്കം അത് വേണ്ടില്ലായിരുന്നു. ഈ നബിയും വഹയും അള്ളാന്റെ റസൂലാണ് നബിയാണെന്നൊന്നും പറഞ്ഞ് നടക്കേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലേശം വേദനയും വരുത്തവും പൊള്ളലും മുങ്ങലും ചൂടും വിയർപ്പും ഒക്കെ വരുമ്പോ ഈ പണികൾ ഇട്ടെറിഞ്ഞ് പോവരുത്. അതുകൊണ്ട് ഈ നബിമാരെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് സൂറത്തുൽ അഹ്സാബില് ഉലുല്ലാസിമുകളായ 5 നബിമാര് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി നൂഹ് നബി അലൈഹി സ്വലാത്തു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അല്ലാഹു പറയുന്നത് വഅഖദന മിൻകും മീസാഖൻ ഖലീല, വലിയ ഒരു കരാറ്, നുരുമ്പാൻ പാടില്ലാത്ത, മുറിയാൻ പാടില്ലാത്ത, മുറിച്ചു കളയാൻ പാടില്ലാത്ത, പൊട്ടിക്കാൻ പാടില്ലാത്ത ഒരു കരാറാണ് അള്ളാഹുവും പ്രവാചകന്മാർ തമ്മിൽ നടത്തിയിട്ടുള്ളത്. ഫിറൗനുണ്ട്, നമ്രൂദുണ്ട്, അബൂജഹലുണ്ട്, അബൂലഹബുണ്ട്, ഫാഷിസുണ്ട്, ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, എല്ലാം കൂടി വന്നിട്ട് ഈ പ്രവാചകന്മാരുടെ ദർശനങ്ങളെ ചവിട്ടി മെതിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ടുവീഴ്ചയും അഡ്ജസ്റ്റ്മെന്റും തോൽവിയും സംബന്ധിച്ച് കരാറ് ലംഘിക്കാൻ പാടില്ല. ഇതേ പ്രയോഗമാണ് ഖുർആൻ വഅഖദന മിൻഹും മീസാഖൻ ഖലീല വിവാഹത്തിന്റെ കരാറിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. വിവാഹം ഈമാനിന്റെ പകുതിയുടെ പൂർത്തീകരണമാണ്. റസൂൽ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിച്ചാല് ഈമാന് 50-50 വെച്ച 50% പൂർത്തിയായി. ഫലിയത്തഖില്ലാഹ ഫീ നിസ്ഫിഹി, ഇനി ബാക്കി ഉള്ളിൽ അല്ലാഹനെ നോക്കിയാൽ മതി. നമ്മൾ വിചാരിക്കണ പോലെ അത്ര ലളിതമായ സാധനമല്ലാതെ ഒരാണും പെണ്ണും തമ്മിലുള്ള ഈ കരാർ എന്ന് പറയുന്നത് വളരെ ഗത്യന്തരമില്ലാത്ത ഒരു ഘട്ടത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വിവാഹമോചനം നടക്കാൻ പാടുള്ളൂ. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അള്ളാഹ് അനുഗ്രഹിച്ചിട്ട് മുസ്ലിം സമുദായത്തിലോ ഏതെങ്കിലും സമുദായത്തിലോ വിവാഹമോചനം എന്ന് പറയുന്നത് അതിന്റെ വൃത്തിയിലും ഭംഗിയിലും അള്ളാഹു പറഞ്ഞതുപോലെ നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊക്കെ വീട്ടിലൊക്കെ കിടക്കുന്ന വിവാഹമോചനങ്ങളുണ്ടല്ലോ, എത്ര കേസിൽ നമ്മളൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പോ പുതിയ നാൾ പോവൂല, ഓന്റെ ഒപ്പം നിൽക്കൂല, ഓനെ വേണ്ട, പക്ഷെ മൊഴി കൊടുക്കൂല. കാരണം എന്താ വെച്ചാൽ ഓന്റെ മത്തായിട്ട് വരാണ്ട് കുറെ ലോഡ് വക്കീല് പറഞ്ഞിരിക്കുന്നത്. ഇജ് കേസ് എടുക്കുമ്പോ 200 ലക്ഷം ഉറുപ്യ, 150 പവന്, പിന്നെ അവിടെ ഇതൊക്കെ കിട്ടിയാലേ ഇതൊക്കെ ആരാണ് ഇവിടെ ഇങ്ങനെ ചോദിക്കാൻ പറയുന്നത്? ഇവനാണെങ്കിലോ ഒരു പൈസയും കൊടുക്കാൻ പറ്റൂല. ഇവൻ അവിടെയാണ് നിൽക്കുന്നത് മഹാഭിഷകനായിട്ട്. അല്ലാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളെ പറഞ്ഞയക്കുമ്പോ വളരെ മാന്യമായിട്ട് പറഞ്ഞയക്കണം. അടിച്ച് പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കി നശിപ്പിച്ചു വിടല്ലേ. വിവാഹമോചനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സങ്കടമാണ്. അപ്പൊ ആ സങ്കടത്തെ കുറക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? നിർബന്ധിതമായി ഈ ഖുർആനിലെ ഏറ്റവും സൂക്ഷ്മമായ പ്രയോഗങ്ങളുണ്ട് തഖ്വയുമായി ബന്ധപ്പെട്ട.
ഖുർആനിലെ തഖ്വയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രയോഗങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് മുസ്ലിം ഐക്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകണ്ട. നമ്മുടെ നിലവിലുള്ള പത്രമാധ്യമങ്ങളും മുസ്ലിം സംഘടനകളുടെ ചേരിതിരിവും പടലപ്പടക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കളി തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല, നിങ്ങൾ തഖ്വയോടുകൂടി നിലനിൽക്കണം. ഒന്ന് അവിടെയാണ് തഖ്വയെക്കുറിച്ച് ഖുർആനിൽ കുറേ സ്ഥലത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തഖ്വയെക്കുറിച്ച് ഏറ്റവും ഗൗരവതരമായ പ്രയോഗങ്ങളിൽ ഒന്ന് വന്നിട്ടുള്ളത് മുസ്ലിം ഐക്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇറാഖിൽ അതില്ല, സിറിയയിൽ അതില്ല, മിഡിൽ ഈസ്റ്റിൽ അതില്ല, നമ്മുടെ ഇന്ത്യയിലില്ല, ചിലപ്പോൾ പൊന്നാനിയിലും ഉണ്ടാവില്ല. ഗതി കെട്ടിട്ട് നമ്മളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടുന്നല്ലാതെ ഒരു സംഘടനക്ക് മറ്റേ സംഘടനയോട് ഗുണമോ ഗുണകാംക്ഷയോ സ്നേഹമോ കാരുണ്യമോ ബഹുമാനമോ ഒന്നുമില്ല. ഒറ്റ കൊടുക്കും, നശിപ്പിക്കും, ചിലപ്പോ കൊല്ലും, എന്തുവാണെങ്കിലും ചെയ്യും. കള്ളത്തരൊക്കെ പറയാൻ കൂട്ടുനിൽക്കും, അടിവരിക്കാനൊക്കെ ഇതൊക്കെ വെച്ചിട്ടാണ് ഖുർആൻ തഖ്വയുള്ളവരാവണമെന്ന് പറഞ്ഞത്. രണ്ടാമത് തഖ്വയെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രയോഗങ്ങൾ ഏതാണ്? വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമയ്യത്തഖില്ലാഹ യഖ്റുജഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഖുർആനിൽ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ തലാഖിലും ഒക്കെ തഖ്വയുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ പ്രയോഗങ്ങളുണ്ട്. അതെവിടെയാണെന്നറിയോ? വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിവാഹമോചനത്തിൽ നിങ്ങൾ രണ്ടാളും പിരിയാൻ തീരുമാനിച്ചത് ആര്? ഈ പെണ്ണും ആണും പിരിയാൻ തീരുമാനിച്ചത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ, അള്ളാഹ് അനുഗ്രഹിച്ച തഖ്വയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇപ്പൊ പിരിയല് നടന്നു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകണില്ല. അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് ഇഹലോകം നഷ്ടപ്പെടും, പരലോകം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് വെക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞങ്ങൾ പിരിയാണ്. മൂപ്പരും കഴിച്ചിലാവണം, ഞാനും കഴിച്ചിലാവണം. ഓളും രക്ഷപ്പെടണം, ഞാനും രക്ഷപ്പെടണം. പരലോകത്ത് സ്വർഗം കിട്ടണ്ടേ? ദുനിയാവിൽ ഞങ്ങൾ കിടന്ന് പെരങ്ങും, അവസാനം ഞങ്ങൾക്ക് ആഖിറത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു നിന്നോടുള്ള തഖ്വ കൊണ്ടാണ് ഞങ്ങളിത് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് നടക്കേണ്ടത്? വിവാഹമോചനം നടക്കേണ്ടത്. ആ വിവാഹമോചനാണ് കല്യാണം കഴിച്ച് 3 ആഴ്ച കഴിഞ്ഞ് 6 മാസമൊക്കെ ആകുമ്പോഴേക്ക് ചീഞ്ഞളിഞ്ഞ് പുളിഞ്ഞ് ദുർഗന്ധം വമിച്ച് വളരെ മലീമസമായ രീതിയിൽ. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞയക്കുകയാണെങ്കിൽ ഇംസാക്കും ബി മഅറൂഫിൻ ഔ തസ്രീഹും ബി ഇഹ്സാൻ. നിങ്ങൾ പെണ്ണിനെ നിർത്തുകയാണെങ്കിൽ വളരെ മാന്യതയോടുകൂടി നിർത്തണം. ഗതി കെട്ടിട്ട് ഏതായാലും പൈസ ഒന്നും കൊടുക്കാനല്ല, ഇന്ന് ഓള് ഇവിടെ കടന്നോട്ടെ പണ്ടാറടക്കാൻ, ഇനിയിപ്പോൾ ഓളെ പിരിച്ചയച്ചാൽ എൻ്റെ സ്വത്തും കൊടുക്കേണ്ടി വരും, മഹറും കൊടുക്കേണ്ടി വരും, ഒക്കെ കൂടി പോകുമ്പോൾ ഞാൻ തൊലഞ്ഞ് മുടിഞ്ഞ് ഇടങ്ങാറാവും. അതുകൊണ്ട് തൊലാക്ക് വേണ്ട. അറബികൾക്കൊക്കെ ആ പതിവുണ്ട്. കാരണം കൊടുത്ത മഹറും സ്വത്തും ഒക്കെ പോകും. അതുകൊണ്ട് ഒരു മൊഴിയല്ലൂല. ഇവിടെ നമ്മളെ നേരെ തിരിച്ച് എന്ത് ചെയ്യും? ഇങ്ങോട്ടും ചെല്ലൂല. പെണ്ണ് ഇങ്ങോട്ട് വഴിയില്ലാതെ എന്താവും? പെണ്ണ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, വാങ്ങിയതൊക്കെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ രണ്ടാളും ചെയ്യൂല. ഇങ്ങോട്ട് ഇതിങ്ങനെ എന്നാല് അടുപ്പുണ്ടോ ഇഷ്ടമുണ്ടോ ബന്ധമുണ്ടോ ഒന്നുമില്ലാതെയൊക്കെ ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഏറ്റവും വൃത്തിയിൽ നിർത്തണം. പറഞ്ഞയക്കുകയാണെങ്കിൽ ആ വിവാഹമോചന പ്രശ്നങ്ങൾ ഇപ്പൊ മുസ്ലിം കുടുംബത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളായി. പുതിയ കാലത്തിലെ പുതിയ വിവാഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വാടുകയും കൊഴിയുകയും ചീയുകയും ഒക്കെ ചെയ്യുന്ന അപകടകരമായ കാഴ്ച. ഞാൻ പറയണ്, ഓളെനിക്ക് പറ്റൂല, ഓളേറ്റ് ഒത്തുപോകാൻ പറ്റൂല. ഓളും പറയണം, മൂപ്പരേറ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല. മൂപ്പര് അതാണ് പ്രശ്നം. എന്തായിരിക്കും? ഉള്ളി തൊലിച്ച മാതിരിയാണ്. നിങ്ങൾ തൊലിച്ച് ഉള്ളിൽ കണ്ട് ഇറങ്ങിയാൽ അവസാനം ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉള്ളി തന്നെ സാധനം പോയ മാതിരി. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഒരു ഗൗരവവുമില്ലാതെ അല്ലാഹു അഖദന മിൻഹും മീസാഖൻ ഖലീല. നബിമാർ പ്രവാചകന്മാരോട് അള്ളാഹു സ്വീകരിച്ച കരാറ് പോലത്തെ ഗൗരവതരമായ കരാറിനെ വളരെ നിസ്സാരമായി, സിമ്പിളായി ആര് കൈകാര്യം ചെയ്യുന്നു? പുതിയ തലമുറയിലെ വിവാഹങ്ങളിൽ അതിപ്പോ കണക്കുകളില്ലാതെ അതിരുകളില്ലാതെ എത്രയോ കേസുകൾ മഹല്ലുകളിലും കുടുംബങ്ങളിലും ഒക്കെ. പിന്നെ ചിലരൊക്കെ എന്താന്ന് വെച്ചാൽ മറ്റേ ഈ പുറപ്പെട്ട് കത്തണ ലൈറ്റിന്റെ പുറപ്പെട്ട് മൂടിയ മാതിരി അടച്ചു വെച്ചൊക്കെയാണ് നമ്മള് അയക്കാണ്ട് ഇറങ്ങിപ്പോയ 2 പ്രശ്നങ്ങൾ ഇപ്പൊ മുസ്ലിം കുടുംബങ്ങളിലുണ്ട്. ഒന്ന് മയക്കുമരുന്ന് ലഹരി, രണ്ടാമത്തത് ഈ പുതിയ ജനറേഷനിലെ വിവാഹമോചന പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ കല്യാണം കഴിക്കണോന്ന് വെച്ചാൽ അവൻ പറയും കല്യാണം കഴിക്കണ്ടെന്ന്. ഇനി കല്യാണം കഴിക്കാൻ നമ്മൾ തീരുമാനിച്ച പെണ്ണാണ്, ഏതെങ്കിലും പെണ്ണ, ആ ഞാൻ തീരുമാനിച്ചോളും. എനിക്ക് പറ്റീനെ ഒരു 5-6 മാസമൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഒന്ന് കഴിഞ്ഞു നോക്കട്ടെ, 5-6 മാസമൊക്കെ ഞങ്ങളൊക്കെ ഒന്ന് നടന്നു നോക്കട്ടെ. ഒരാണ് ഏത് പെണ്ണിന്റെ കൂടെയാണ് നടക്കാൻ സ്വാതന്ത്ര്യമുള്ളത്? ഏത് പെണ്ണിനാണ് ഏത് ആണിന്റെ കൂടെയാണ് നടക്കാൻ സ്വാതന്ത്ര്യമുള്ളത്? സൂറത്തുൽ നൂറുണ്ട്, സൂറത്തുൽ അഹ്സാബ് ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. ഏതൊക്കെ ആണിന് ഏതൊക്കെ പെണ്ണിന്റെ കൂടെ നടക്കുക, ഏതൊക്കെ പെണ്ണിന് ഏതൊക്കെ ആണിന്റെ കൂടെ നടക്കുക. എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാ ആണുങ്ങളെ കൂടെയും എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങളെ കൂടെയും നടക്കാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ടോ? ഇത് ആരാണ് കൊടുത്തിട്ടുള്ളത്? ആരാണിത് കൊടുത്തിട്ടുള്ളത്? ഒരിക്കലും കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല,
ഒരു വ്യവസ്ഥയിലും ഒരാളും ഒരു വ്യവസ്ഥ വെക്കുമ്പോൾ അതിന് പ്രത്യേകമായ അതിരുകളും അടയാളങ്ങളും ഒക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ ഇവിടെ ആണിന് പെണ്ണിന്റെ കൂടിയും പെണ്ണിന് ആണിന്റെ കൂടിയൊക്കെ ഇഷ്ടം പോലെ പോകാം. അങ്ങനെ ഓല് പോകണ്. എന്നിട്ട് ഓല് നന്നായിട്ട് മനസ്സിലാക്കി നടത്തിയ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, ഏത് പെണ്ണിനേറ്റാണോ ഓല് വരിക, ഏത് ആണിനേറ്റാണോ ഓല് വരിക, നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, പെണ്ണുങ്ങളെ കേസ് ഇപ്പൊ വേറെ ആണുങ്ങളെ കേസ് വരുന്നുണ്ട്. മുപ്പർക്ക് പെണ്ണുങ്ങളോട് താല്പര്യമില്ല, പെണ്ണ് വേണ്ട മുപ്പർക്ക്. മുപ്പർക്ക് ആൺകുട്ടികളും മതി, ആണുങ്ങളെ കിട്ടിയാൽ മതി, ആണിന് ആണ് മതി. ഇത് ഖുർആൻ കൈകാര്യം ചെയ്ത വിഷയം. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വളരെ മലീമസമായി നടന്നിരുന്നതാണ് ആണുങ്ങളെടുത്തേക്ക് പോവുക, ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. ആണുങ്ങളെടുത്തേക്കും പെണ്ണുങ്ങളെടുത്തേക്കും. അപ്പൊ പെണ്ണുങ്ങളെടുത്തേക്കും. ഇതിന്റെയൊക്കെ അളവുകളില്ലാത്ത പ്രവാഹങ്ങൾ നമ്മുടെ മീഡിയകളിലൂടെ, സിനിമകളിലൂടെ, അതുപോലെ തന്നെ പുതിയ IT നമ്മുടെ ഫോണടക്കമുള്ള സംവിധാനങ്ങളിലൂടെ ഒരു മറയും ഒളിവുമില്ലാതെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ ഉപയോഗത്തിനെ കുറിച്ചൊക്കെ അതിൽ പറയേണ്ടതാണ്. എനിക്ക് അതിലൊക്കെ പറയാനില്ലെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഫോൺ ഉണ്ടെങ്കിൽ 10 മണി കഴിഞ്ഞാൽ, 9:30-10 മണി കഴിഞ്ഞാൽ ഫോൺ, എല്ലാവരുടെ ഫോണും ഒരു പൊതു മേശപ്പുറത്ത് വെക്കാൻ പറയണം. പൊതു മേശപ്പുറത്ത് പാപ്പാന്റെ ഫോണും ഉമ്മാന്റെ ഫോണും ഏട്ടന്റെ മകളെ ഫോൺ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഓല ഫോണൊക്കെ വാങ്ങിയിട്ട് ഓലിഞ്ഞ് ഒരു കൂത്താമത്തും പഠനം അത് നോക്കി പഠിക്കണ്ടൊക്കെ അതിന്റെ മുമ്പാട് പഠിച്ചോട്ടെ. 10 മണിന്റെ മുമ്പ്, നമ്മളൊക്കെ ഉറങ്ങണതിന്റെ മുമ്പ്. പിന്നെ ഓർക്ക് അതിന് നോക്കി. ഇപ്പൊ അത് പറഞ്ഞിട്ടാണ് ഈ സാധനം ഇപ്പൊ ഓസ്ട്രേലിയ ഈ അടുത്ത് ഇത് നിരോധിക്കാൻ പോവാണെന്ന് പറയുന്നത്. ടെലിഫോണുമായി ഈ മൊബൈലിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആപ്പന്യാണ്, നമ്മളൊക്കെ ആപ്പിലാക്കാണ്. ആകെ കൊണ്ടുപോയിട്ട് ആപ്പിലാക്കാൻ പറ്റിയ മാതിരി ഇതിലൂടെ ഏത് പെണ്ണിനോടും ഏത് സമയത്തും എത്ര സമയം വേണമെങ്കിലും അൺലിമിറ്റഡ് കാളാണ് ഫോണില്. നമുക്ക് റേഷനറി അങ്ങനെ തരുന്നില്ല, കറണ്ട് അങ്ങനെ തരുന്നില്ല, മണ്ണെണ്ണ പോലും തരുന്നില്ല. പക്ഷെ നമ്മളെ ഫോണില് അൺലിമിറ്റഡാണ്. നിങ്ങൾക്ക് എത്ര സംസാരിക്കാൻ പറ്റുമോ അത്രയും സംസാരം ആരോട് വേണമെങ്കിലും. എന്നിട്ട് അന്തിപ്പാതിരത്തെ നമ്മളെ ആൺകുട്ടി, നമ്മളെ പെൺകുട്ടി, ഞാനും നിങ്ങളൊക്കെ ഇരുന്നിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? വാപ്പാനോട് സംസാരിക്കാം, ഉമ്മാനോട് സംസാരിക്കാം, എളാപ്പാനോട് സംസാരിക്കുക, ആങ്ങളയോട് സംസാരിക്കുക, മകളോട് സംസാരിക്കുക. നമ്മളൊക്കെ സംസാരം കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ യോജിപ്പിക്കേണ്ട ആളുകളെയാണോ നമ്മൾ വിളിക്കുന്നത്? നല്ലൊരു ശതമാനവും അല്ല എന്നാണ് പുതിയ വിവരങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10 മണി കഴിഞ്ഞാൽ എല്ലാവരുടെ ഫോണും, ഈ നമ്മുടെ അച്ഛൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു, അച്ഛൻ പറയേണ്ട വാപ്പാന്റെ ഫോണും മകമാക്കാൻ പറ്റണം. വാപ്പാന്റെ ഫോണ് ഉമ്മണ്ട് എടുക്കുമ്പോൾ തന്നെ വാപ്പാക്ക് ഒരു ചൂടുമ്പോഴാ, അല്ലാ എന്റെ ഫോണിന് ഇപ്പോൾ തുറക്കാൻ പോണുണ്ട്, അവിടെ വെക്കടി, അനക്ക് എന്റെ ഫോണില്ല, അതിൽ നോക്കിയാൽ പോരെ, ഇതെന്താ എന്റെ ഫോൺ എടുത്തിട്ട് കളിക്കേണ്ട കാര്യം എന്ന് വാപ്പ പറയാൻ തുടങ്ങിയാൽ അപ്പൊ നമ്മൾ വിചാരിക്കണം ഇതൊരു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇതിലുണ്ട്. ഇമ്മാന്റെ ഫോൺ എടുക്കുമ്പോൾ ഉമ്മ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുക, അല്ല മനുഷ്യങ്ങൾക്ക് ഫോണില്ല, നിങ്ങളെന്തിനാ എന്റെ ഫോൺ എടുത്തിട്ട് എടുക്കേണ്ട കാര്യം? ഇത് മനുഷ്യന് ഇങ്ങൾക്കൊരു ഫോണും കുട്ടികൾക്കൊക്കെ പിന്നെ എന്റെ ഫോൺ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നു നോക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ നമ്മൾ പറയണം, എടി നോക്കിക്കോ, എന്റെ ഫോണിൽ ചെയ്യണം, നോക്കിക്കോ, എന്റെ ഫോണിൽ എന്താ ഉള്ളത് ചോദിക്കോ, എന്റെ ഫോണ് ഒന്ന് കൊണ്ട ഞാൻ നോക്കട്ടെ. മകളും പറയണം, വാപ്പാക്ക് കൊടുക്കണം മകളെ ഫോണ്. ഇതാണ് ഇതിന്റെ എന്താണ്. അപ്പൊ നമുക്കൊന്നും അറിയില്ല ഏത് വാതിലാ തുറക്കണ്ടേ എന്നുള്ളത്, എങ്ങനെയാണ് പോലെ അടച്ചുപൂട്ടി താഴിട്ടിക്കണെന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? നിങ്ങളെ കുട്ടി മരിച്ചാൽ നിങ്ങളെ കുട്ടീന്റെ ഫോണ് തുറക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? നിങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങളെ കുട്ടീനെ. ഓള് പറഞ്ഞിട്ടില്ല, നമ്മളെ ചോദിച്ചിട്ടില്ല, ഓനോട് ചോദിച്ചിട്ടില്ല, ഓളോടും ചോദിച്ചിട്ടില്ല. കാരണം ഇതൊരു മഹാരഹസ്യങ്ങളുടെ നിഗൂഢതകളുടെ കലവറയായി ഈ ഒരു സാധനം ഇങ്ങനെ നിൽക്കണം. ഇപ്പൊ ഫോണ് എന്നൊക്കെ പറയണത് എന്ത് ചെയ്യണം? ഒരു 12 മണി 10 മണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെ ഫോണും മേശപ്പുറത്തേക്കാൻ പറയണം. എന്നിട്ട് സുഖമായിട്ട് പോയി കാണാം. ഇപ്പോ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുക. അങ്ങനെ നോമ്പെടുക്കുന്നതിനാണ് ഫാസ്റ്റിംഗ് എന്ന് പറയാം. ഇപ്പോ പല ആളുകളും പറയുന്നുണ്ട് നിങ്ങൾ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് നടത്തണം. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിങ്ങളെങ്ങോട്ട് പിടിച്ച് വലിച്ച് വലയം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റണില്ല? നിങ്ങൾക്ക് അയിമൊന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങിക്കാൻ പറ്റണില്ല. മധുരിട്ടിട്ട് മധുരിടാതെ കുടിക്കാൻ പറ്റണില്ല. അതിങ്ങനെ തിന്നു ശീലയച്ചാൽ അതില്ലാതെ നിങ്ങൾക്കൊന്നും തിന്നാൻ പറ്റണില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ എന്ത് ചെയ്യണം? അതിനുള്ള നോമ്പെടുക്കണത്. 5 നേരവും തിന്നു ശീലമായപ്പോൾ അല്ല പറയണം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക. അപ്പൊ നമ്മൾക്കൊരു വിൽ പവർ ഉണ്ടാവും, നമുക്ക് സ്വയം ഒരു കരുത്തുണ്ടാവും. ഇന്ന് നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിൽ പവറുകളിൽ ഒന്നാണ് നമ്മളുടെ മൊബൈൽ ഫോണുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം എന്നുള്ളത്. നല്ലോണം നോമ്പെടുക്കേണ്ട സാധനമാണ്. പാപ്പയമ്മയൊക്കെ നമ്മൾ ഈ പറയുന്ന വിഷയത്തിൽ ലിബറലിസം ഏൽപ്പിച്ച പരിക്കുകളിലെ ഏറ്റവും ഗുരുതരമായ ഒന്ന്, ലിബറലിസത്തിന്റെ മുഖ്യ ഉപകരണങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ടെലിഫോൺ എന്നൊക്കെ പറയുന്നത്.
നല്ല വഴിക്കൊക്കെ ഉപയോഗിക്കാം. പക്ഷേ 99% നാളൊരു പോലീസുകാരൻ്റെ ക്ലാസ് കിട്ടിയിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 90% നന്മക്ക് പറ്റും ഈ സാധനം. പക്ഷെ അതിൽ 10% തിന്മയ്ക്ക് വേണ്ടിയാണ് 90% ആളുകളും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 10% ആളുകൾ മാത്രമാണ് 90% അതിലുള്ള നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാലോ, നാളിപ്പോൾ തമാശക്ക് ഒരാൾ പറഞ്ഞിരുന്നു, ഒരു കുട്ടീനോട് മറ്റേ അധ്യാപകന്മാർ അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു എന്നാ. കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോഴേ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പൈലറ്റ്, അതുപോലെ തന്നെ ബിസിനസ്, ജഡ്ജി, സുപ്രീം കോടതി, പോലീസ്, IAS, മന്ത്രി, എന്താണ് എനിക്ക് ആകാൻ ആഗ്രഹം? അപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറയും. അപ്പോൾ ഒരു കുട്ടി അവസാനം പറഞ്ഞാൽ എനിക്കൊന്ന് മൊബൈലായാൽ മതി എന്നാണ് എൻ്റെ പൂതി, എനിക്കൊരു മൊബൈലായി കിട്ടിയാൽ മതിയത്. അപ്പോൾ അധ്യാപകർ ചോദിച്ചു അതെന്താണ് എനിക്ക് മൊബൈലാകാൻ എത്ര പൂതി? അപ്പം ഞാൻ മൊബൈലാണെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ കയ്യിൽ എപ്പോഴും ഞാനേ കാരണം എൻ്റെ വാപ്പ ഇമ്മ എപ്പോഴും മൊബൈലായിട്ടാണ് നടക്കല്. ഇന്ന അങ്ങനെയൊന്നും എടുക്കലും പഠിക്കലും ഉമ്മേരലും താലോലിക്കലും ഒന്നുമില്ല. പാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും എപ്പോഴും മൊബൈലാണ്. മരിച്ചോടത്തൊക്കെ പോകുമ്പോഴും, കല്യാണത്തിന് പോകുമ്പോഴും, തക്കാരത്തിന് പോകുമ്പോഴും, ഇനി എവിടേക്കൊക്കെ പോകും അപ്പോഴൊക്കെ മൊബൈൽ മറന്നു. കുട്ടികളെ മറന്നാൽ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഇത് മറന്നാൽ നമ്മൾ ധൈര്യത്തിലെടുക്കും. കുട്ടികളൊക്കെ മറന്നുവെച്ചുകൊണ്ട്, കാറിൽ മറന്നുവെച്ചുകൊണ്ട്, സൂപ്പർ മാർക്കറ്റിൽ മറന്നുവെച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണ് കുട്ടി മരിച്ചത് നമ്മൾ പറയാ. കുട്ടീനെ കാറിലിട്ട് അടിച്ചിട്ട് ഷോപ്പിങ്ങിന് കയറി. എന്നിട്ട് കാരണം കുട്ടി അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ശ്വാസം കിട്ടാതെ അവസാനം എത്രയോ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഷോപ്പിംഗ് മാളിൽ പോയി ഒക്കെ ഇങ്ങനെ തപ്പി തെരഞ്ഞെടുക്കുക. കുട്ടീനെയും കൊണ്ടേക്കണതിലെ കാര്യം ആര് മറന്നിരിക്കണ്? തള്ള മറന്നിരിക്കണം. കുട്ടി തന്തി മറന്നിരിക്കണം. കുട്ടി ആള് നഷ്ടപ്പെട്ട് പിന്നെ പോലീസൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും അറിയിക്കുമ്പോഴാണ് ഇതൊന്നും അറിയാം. പക്ഷെ മൊബൈൽ മറക്കാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു സാധനമായിട്ടിത് ഈ മൊബൈല് നിങ്ങളെ പറ്റുക. അപ്പോൾ ഈ കുട്ടി പറയുന്ന കാരണം എന്താ വെച്ചാൽ ഇതിൽ മറ്റേ രണ്ടാമത്തെ ഒരു വശമുണ്ട്. വീട് ഏറ്റവും മനോഹരമായി എപ്പോഴാണ്? വീടിനെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും ഇസ്ലാം വെക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പമുണ്ട്. ഇസ്ലാം മാത്രമല്ല, എല്ലാ ഇതിലും ഏറ്റവും മനോഹരമായ കാഴ്ചപ്പാടാണ് വെച്ചിട്ടുള്ളത്. വീടിന് അറബിയിൽ മസ്കൻ എന്നാണ് പറയുക. മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന സ്ഥലം എന്നാണ്. സമാധാനം കിട്ടുന്ന സ്ഥലം. നിങ്ങളിപ്പോൾ ഇരിക്കണം അമ്മാരോടും വാപ്പാരോടും ഞാൻ പറയണം. കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓൽക്ക് വേറെ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ വാപ്പാരും ഉമ്മാരും കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ഉള്ള മധ്യവയസ്കരൊക്കെ എല്ലാം നമ്മളുണ്ടല്ലോ. നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ വരാം. അവിടെ തന്നെ വല്യാപ്പാക്ക് സമാധാനം, വല്യമ്മാക്ക് സമാധാനം, വാപ്പാക്ക് സമാധാനം, ഉമ്മാക്ക് സമാധാനം, പുതിയണ്ണനും പുതിയാപ്പിളക്കും സമാധാനം, പേരക്കുട്ടികൾക്ക് സമാധാനം. ആ വീട്ടിലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ ഒരിക്കലും ഒഴിവായി പോകില്ല ജീവിതത്തിന്. പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമല്ല ഈ ലിബറലിസ്റ്റുകൾ പറയുന്നത്. സുഖജീവിതമാണ് നമ്മളോട് വാഗ്ദാനം ചെയ്യണമെന്നാണ്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം. അതിന് നിങ്ങൾ സ്വർഗത്ത് പോകേണ്ടി വരും. പ്രശ്നങ്ങളില്ലാത്ത ജീവിതം. ഖാലിദീന ഫീഹാ അബദാ. സ്വർഗത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എപ്പോഴും സമാധാനം. സമാധാനം മാത്രമേ സ്വർഗത്തിലുള്ളൂ. ഭൂമിയിൽ അങ്ങനെയല്ല. കയറ്റുണ്ടോ? ഇറക്കുണ്ട്. ഈ കയറ്റം ഇങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നല്ല. ഇതന്നെ കയറ്റം ഇറക്കണം. ഇങ്ങോട്ട് കയറ്റം ഇങ്ങോട്ട് ഇറക്കമാണത്. നമ്മളെ കയറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ പോയിട്ട് ഇങ്ങോട്ട് ഇറക്കം വിടുന്നതിനെ കുറിച്ചാണ് പറയാം. അങ്ങനെയല്ല. ഈ നിൽക്കുന്ന സാധനം തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റവും ഇവിടുന്ന് ഇറക്കമാണ് ഇങ്ങോട്ട് താഴേക്ക്. അത് രണ്ടും ഒരുമിച്ചാണുള്ളത്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. എളുപ്പവും ആശ്വാസം ഒരുമിച്ചാണ് അള്ളാഹ് വെച്ചിട്ടുള്ളത്. അല്ല എളുപ്പത്തിലൂടെ മാത്രം പോവുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മാത്രം. എൻ്റെ ബീർബലിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബീർബലിനോട് ഈ അക്ബർ ചക്രവർത്തി പറഞ്ഞു എന്നാ. എന്താ പറഞ്ഞത്? എടോ, ഏത് സങ്കടമുള്ളവനും ഏത് സന്തോഷമുള്ളവനും ഓടോടും പറഞ്ഞാൽ ഓലോട് രണ്ടാളോടും പറയാൻ പറ്റിയ ഒരു വാചക പറഞ്ഞുണ്ടാകും. അതായത് എത്ര സങ്കടപ്പെട്ട് നിൽക്കുന്നവരോടും ഏത് സന്തോഷം നിറഞ്ഞ അതിരെ കഴിഞ്ഞവരോടും പറയാൻ പറ്റിയൊരു വർത്താനം പറയും. അതിന് പറ്റിയൊരു വാചകം പറഞ്ഞുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ ഒരു കടലാസിൽ എഴുതി കൊടുത്ത്, ഈ നിമിഷവും ഈ സമയവും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. ജീവിതത്തിൽ ഭയങ്കര മരുഭൂമിയിൽ പെട്ട് ചുട്ട് പഴുത്ത് പൊള്ളി വഴിയറിയാതെ മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞ് ഇല്ല, നിങ്ങൾക്ക് മരുഭൂമി കടന്നു പോകാൻ കഴിയും. വെള്ളത്തിൽ മുങ്ങി വെള്ളം കുറെ കുടിച്ച് കയ്യും കാലൂട്ടടിച്ച് നീന്തി കടല് കടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പറയാം ഈ സമയവും കടന്നു പോകും. നിങ്ങൾ കരയിലേക്ക് കയറും, നീന്തി കയറും. കൊടുങ്കാറ്റടിച്ച് നമ്മൾ പാറിപ്പോകും നമുക്ക് തോന്നുമ്പോഴും ഇല്ല, നിങ്ങൾ പാറിപ്പോവാതെ നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തും. ഈ സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അതാ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ രോഗമുണ്ട്,
നമ്മളെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. അതിൽ കെട്ടിട്ട് എപ്പോഴും അക്കരെ പച്ച എന്നാണ് നമ്മൾ പറയാം. ഇവിടെ നിന്നാൽ അക്കരക്ക് നോക്കിയാൽ അവിടെ നല്ല സുഖമെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു സ്ഥലമില്ല. ഏത് അംബാനിക്കും, ഇന്ത്യയിലെ വലിയ മുതലാളിയാണ് അംബാനി. അദ്ദേഹത്തിന്റെ മകനെ കണ്ടിട്ടുണ്ടോ ഒരാളെ? ഇപ്പൊ അടുത്ത കല്യാണമൊക്കെ കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കല്യാണമായിരുന്നു. ആ മകന്റെ ശരീരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വല്ല സുഖം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കോടാനുകോടി ഉറുപ്പ് ഉപയോഗിച്ചിട്ട് മൂപ്പരുടെ മകന്റെ ശരീരം മൂപ്പർക്ക് നല്ല ഷാറൂഖ് ഖാനെ പോലെ, സൽമാൻ ഖാനെ പോലെ, ദുൽഖർ സൽമാനെ പോലെ, മമ്മൂട്ടിനെ അമിതാഭ് ബച്ചന്റെ ഒക്കെ പോലെ ഫ്രെയിം ചെയ്യാലോ, സ്കെച്ച് ചെയ്യാലോ. പക്ഷേ രണ്ടാളും റിത അംബാനിയും കൂടിയിട്ട് നമുക്കറിയാം അവരുടെ ഫേസിൽ അതിൻ്റെ ഒരു സങ്കടം, എൻ്റെ മകൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. അപ്പൊ അംബാനിക്ക് ഭയങ്കര സുഖമാണ്, ഇന്ത്യയിലെ എല്ലാം മൂപ്പര കയ്യിലാണ്, സംഘപരിവാർ മൂപ്പരക്കൊപ്പാണ്, സംഘപരിവാർ മൂപ്പരൊപ്പാണ്, മൂപ്പര ഓലപ്പാണ് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങനെ അല്ല എല്ലാവർക്കും അക്കരെ പച്ച കൊടുത്തിട്ടില്ല. അക്കരെ ഒരു പച്ചയില്ല. അക്കരെ ഉള്ളവൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഓനെ മനസ്സിലാവും, ഇവിടെ ഉണങ്ങിയിട്ടാണ്, അവിടെ ഉണങ്ങിയിട്ടാണ്, അവിടെയും പച്ചുണ്ട്, ഇവിടെയും പച്ചുണ്ട്. ഇങ്ങനെയാണ് ജീവിതം അള്ള വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നിമിഷം കടന്നു പോകും. വല്ലാതെ അതിര് വിട്ടിട്ട് ഞാൻ തന്നെയാണ്, ഇനി ആരാണ് എന്നെ തോൽപ്പിക്കാൻ വരുന്നത്, എനിക്കെന്താണ് കുറവ് എന്നൊക്കെ വെച്ചിട്ട് ഉള്ള സൗകര്യങ്ങൾ വെച്ച് ഹുങ്കടിക്കുന്നവനോട് നമ്മൾ പറയണം, ഈ സമയവും കടന്നു പോകും. മെലിയും, ഉണങ്ങും, തൊലി ചുളിയും, ശരീരത്തിന് രോഗങ്ങൾ ബാധിക്കും, മരണത്തിന് കീഴടങ്ങേണ്ടി വരും, വാർദ്ധക്യം നിന്നെ വലയം ചെയ്യും, നിന്റെ മക്കളെ നിന്നെ വെള്ളം കുടിപ്പിക്കും, എൻ്റെ പെണ്ണും എൻ്റെ ആണും ഒക്കെ എന്നെ പറ്റിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട് ജീവിതം. അപ്പൊ കയറ്റം ഇറക്കമൊക്കെ ഉള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വന്നാലും ശരി വീട്ടില് സമാധാനത്തോടു കൂടി, ഇതാണ് മസ്കൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഏറ്റവും സമാധാനത്തോടു കൂടി വീട്ടിൽ. അപ്പോൾ ഇത് ഒരു വീട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനാണ് വീടിനെ മസ്കന് എന്ന് ഖുർആന് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ നിങ്ങൾക്ക് മസ്കന് തരും. വമസാക്കന തറലവനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭവനങ്ങൾ. അതുപോലെ തന്നെ ജിഹാദിന് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്താൽ എന്ന് പറഞ്ഞിട്ട് അവിടെയും പറയുന്നുണ്ട്, നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ട്, അള്ളാന്റെ സഹായം ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ അപ്പുറം നിങ്ങൾക്ക് സ്വർഗത്തിൽ അള്ളാഹു സമാധാനമുള്ള വീട് ഉണ്ടാക്കി തരും. അപ്പോൾ വീട്ടിൽ എന്ത് വേണം? സമാധാനം ഉണ്ടാവണം. സമാധാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ഉമ്മാരാട്ടോ, പെണ്ണുങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾ അള്ള പറഞ്ഞതാണ്, ലിത്തസ്കുനു ഇലേഹ. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വീടിനെ സമാധാനമുള്ളതാക്കി മാറ്റാൻ ഏറ്റവും യോഗ്യത ഉള്ളത്. ഈ മനഃശാസ്ത്രന്മാരുടെ ഒരു വർത്താനുണ്ട്, പെണ്ണുങ്ങൾ 19,000 വർത്താനം പറയുന്ന ഒരു ദിവസം, 19,000 വാക്കുകൾ പറയുന്ന, ആണുങ്ങൾക്ക് 7,000 മുതൽ 9,000 വരെ പറയാൻ വയ്ക്കുള്ളൂ. 7,000 മുതൽ 9,000 വരെ പറയാൻ വയ്ക്കുള്ളൂ. അപ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുങ്ങൾ അപ്പം നാളിപ്പോൾ ഒരു ഇതിൽ വന്നിട്ട് പെണ്ണുങ്ങൾ വർത്താനം പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൗനം വിദ്വാന ഭൂഷണം. നിങ്ങൾ മിണ്ടാതെ തടി സലാപത്താക്കണം. നേരെ തിരിച്ച് നിങ്ങൾ പറഞ്ഞ് തോൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങളെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് പെണ്ണുങ്ങളെ മോശമൊന്നുമല്ല. ആയിഷ ബീവിനോട് റസൂലിനോട് ആയിഷ ബീവി ചോദിക്കണം, നിങ്ങളല്ലാതെ വേറെ ആരെയും റസൂലാക്കാൻ അള്ള കണ്ടിട്ടില്ലാതെ, നിങ്ങളെ അപ്പോൾ റസൂൽ ദേഷ്യം പിടിക്കുമോ? അങ്ങനെയൊക്കെ ചോദിക്കും, നിങ്ങളെ അപ്പോൾ അള്ള റസൂലാക്കി അയച്ചിടത് ആയിഷ ബീവി റളിയല്ലാഹു ചോദിക്കുകയാണ്. അതേസമയം ആയിഷ ബീവിക്ക് നബിയോട് ഭയങ്കര ഇഷ്ടമാണ്, എന്തെന്നില്ലാത്ത ഇഷ്ടമാണ്. അവസാനം അവർ പറയുന്നത്, എൻ്റെ മാറിടത്തിലും എൻ്റെ മടിത്തട്ടിലും കിടന്നാണ് എൻ്റെ പ്രവാചകന് ഞാൻ യാത്ര അയച്ചിട്ടുള്ളത്. സഹാബത്തിനോടും ആളുകളോടൊക്കെ ആയിഷ ബീവി പറയുന്നുണ്ട്, ഞാനും റസൂലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂൽ വീട്ടിലുണ്ടാവണം. റസൂൽ വീട്ടിൽ, ആയിഷയും ഹഫ്സയും സൈനബിയും ഉമ്മു കുൽസൂമും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. റസൂൽ പെരയിലുണ്ടായാലും ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങളോ അങ്ങോട്ട് ചോദിക്കുമ്പോഴോ പെണ്ണുങ്ങളോ ആണുങ്ങളോ അങ്ങനെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, റസൂലെ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, വലിയ സാമൂഹികമായി ധാരാളം കാര്യങ്ങൾ നിർവഹിക്കാൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഇണകളുടെ കൂടെ ചെലവഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ നമുക്കുണ്ടോ? നമ്മൾ നോക്കണം കേട്ടോ. നമുക്ക് ഇനി ഏത് കാലാണെങ്കിലും ശരി നമ്മുടെ പെണ്ണുങ്ങളടുത്തേക്ക് ചെല്ലാൻ, പെണ്ണുങ്ങൾക്ക് എൻ്റെ പുതിയാപ്പിള, എൻ്റെ ഇണ, അദ്ദേഹം പെരയിലുണ്ടാവണം. പഴയ കാലത്ത് എങ്ങനെ വിരിച്ചാലും തിരിയാത്ത വയസ്സെത്തിയാളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു രണ്ടാളും ഈച്ചും ചക്കരയും മാതിരി ഭയങ്കര കണക്ഷനായിരിക്കും. ഏത് ഇരുന്നൊക്കെ ഒരു ഉമ്മാനെ ഒരു പെരയെ കൊണ്ടായപ്പോൾ അള്ളാ മൂപ്പരോ ഒറ്റക്കാണ്, ഇഞ്ഞിച്ച് ഇവിടെ നിൽക്കാൻ പറ്റൂല, എളുപ്പം ഞങ്ങളുടെ ആക്കിക്കൊണ്ടാന്ന് പറയും. എന്താ ഒരിക്കലും ഇപ്പോൾ ജീവിതത്തിൽ നടക്കാറുള്ളത്? എന്നാലും ആ വാപ്പയും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത്, അതിരുകളില്ലാത്ത വാർദ്ധക്യകാലത്ത് പോലും സ്നേഹം കൊണ്ട് ചിലന്മാരെ കണ്ട് തോൽക്കും. വാപ്പയാണ് പോയാൽ വയസ്സായിട്ട് ഇപ്പോൾ വാപ്പയുടെ മരിച്ചുകൊണ്ട് ഉമ്മാക്ക് എന്താ ഇഷ്ടം വരാൻ പോണത്? അമ്മാരാകെ ഉണങ്ങിയ മട്ടൽ പോലെയാവും. വാപ്പ മരിച്ചു എന്നാണ് പറയുന്നതോടുകൂടി. പെണ്ണുങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അമ്മ അതോടുകൂടി, ഭാര്യ പോയി എന്നവരോടുകൂടി ഭർത്താവ് ഇങ്ങനെയാവും. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താ? അവർ തമ്മിലുള്ള ഇണപ്പൊരുത്തവും ഇടപ്പൊരുത്തവും ഒക്കെയാണത്.
ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് വീട്ടിൽ നല്ല സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാക്കണം. അപ്പൊ ഇണകൾ എന്ന് പറയുന്നത് അതിൽ ഒന്നും കൂടി ഞാൻ അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും പോണില്ല. നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്തൊക്കെ ഒരു ആണധികാര കേന്ദ്രമാണ്. ആണധികാര കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ വാടാ ഇരിക്കടാ അവിടെ അന്യലടി ഞാൻ വിളിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരം പ്രയോഗിക്കുന്ന വാപ്പമാരും ആണുങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതിനൊന്നും പുതിയ കാലത്ത് യാതൊരു സാധ്യതയില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം. ഇസ്ലാമിൽ അതിന് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ അധികാരം പ്രയോഗിച്ച് ആരോടും ഒരു കാര്യം പറയുന്നതിനെ കുറിച്ച്, അത് ഗവൺമെന്റ്, പോലീസ്, നിയമം, ജുഡീഷ്യറിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ പ്രത്യേകിച്ചും അധികാരമല്ല പ്രയോഗിക്കേണ്ടത്. മറിച്ച് എന്താണ്? സ്നേഹം, കാരുണ്യം, ഗുണകാംക്ഷ, അതുപോലെ തന്നെ അലിവ്, ദയ, വാത്സല്യം, ത്യാഗമനസ്സ്, ഇതൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ നിങ്ങൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ? കുറെ സ്ഥലത്ത് സൂറത്തുൽ ലുഖ്മാനുണ്ട്. ലുഖ്മാൻ മകനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഇവിടെ വാടാ ഇരി, അവിടെ ഞാൻ പറയണത് കേട്ടാൽ മതി, ഞാൻ എൻ്റെ അപ്പുറം പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറെ മൻ കി ബാത്ത് മാതിരി പ്രസംഗം നടത്തി കൊടുക്കല്ല. മറിച്ച് എന്താണ്? യാ ബുനയ്യ, എൻ്റെ കുട്ടിയെ, എന്തൊരു ഇഷ്ടത്തിലാണ് നിങ്ങൾ ആ ഖുർആനിലെ ആ ഒരൊറ്റ ആയത്ത് മാത്രം അടിച്ചു നോക്കുക. നമ്മളിപ്പോ ചെറിയ കുട്ടിനെ പൊന്നും കുടമേ, തങ്കക്കുടമേ, വാത്സല്യമേ എന്നൊക്കെ പറഞ്ഞു കണ്ട് എൻ്റെ പുന്നാര കുട്ടിയെ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മളെ ചെറിയ കുട്ടികളെ നമ്മൾ വിളിക്കും. ഒരു 5-6 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളെ. അപ്പോൾ 1-ാം വയസ്സ് മുതൽ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞ് അവരിങ്ങനെ കൊഞ്ചാനും ഇതിനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളോട് പെരുമാറും. അതേസമയം ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ കഴിഞ്ഞ് സ്കൂളുകളിലേക്കും ഹൈസ്കൂളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ പോകാൻ തുടങ്ങുന്നതോടുകൂടി ഇടേ മുട്ടവാടി, എൻ്റെ കുട്ടീൻ്റെ പേര് അസ്മാൻ, അസ്മ ഇങ്ങോട്ട് വന്നാ പറയാം. അതിൻ്റെ മുമ്പാണെങ്കിൽ അസ്മി മോളെ എന്നാണ് ഞാൻ വിളിക്കുക. പിന്നെയാണ് എന്താ വിളിക്കുക? അസ്മ ഇങ്ങോട്ട് വാ, ഇവിടെ വാ, സുമയ്യ എന്നാണ് വിളിക്കുക. അതിൻ്റെ മുമ്പ് സുമി എന്നാണ് വിളിക്കുക. ആ സുമി പോയിട്ട് സുമയ്യ ഇങ്ങോട്ട് വാ. വലുതാവും തോറും വിളിയുടെ സ്വരം, രൂപം, ഭാവം, ശീലമൊക്കെ മാറണം. പക്ഷേ നിങ്ങൾ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്ക്. ഈ ലുഖ്മാന്റെ ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ ഒരു തൊട്ടി കിടക്കുന്ന കുട്ടിനോട് പറയുന്ന കാര്യങ്ങളല്ല. കൗമാരത്തിൽ നിന്ന് യുവത്വത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന 15 മുതൽ 22 വയസ്സ് വരെയുള്ള ഇടയിൽ നിൽക്കുന്ന കുട്ടിയാണ് വിളിക്കുന്നത്. യാ ബുനയ്യ, എൻ്റെ പൊന്നാര കുട്ടി, പൊന്നും കുടമേ, തങ്കക്കുടമേ. പൊന്നും തങ്കം ഒന്നും വിളിക്കാൻ കേട്ടോ, കാരണം പൊന്നും തങ്കം അത്ര വലിയ നല്ല സാധനമൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മൾ സ്നേഹം പൂത്തിട്ട് അങ്ങനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ആരാതെ വിളിച്ചോളൂ. അല്ലാതെ പൊന്നേ തങ്കേന്നൊന്നും വിളിച്ചോണ്ട് പൊന്നും തങ്കത്തിനൊപ്പം ഭയങ്കര ഇടങ്ങാറ്. അതിന് തൊടാൻ പറ്റൂല. 56,000 റുപ്യ 57,000 റുപ്യക്കാണ് ഇപ്പൊ അവനെ. അപ്പൊ അത് ഭയങ്കര ഇടങ്ങേറ് കൊടുത്ത കേസാ. അതേസമയം കുട്ടി പൊന്നും തങ്കോ ഡോളറും ദീനാറോ ഒന്നും അല്ലല്ലോ കുട്ടി, നമ്മളെ കുട്ടിയുള്ളത്. എൻ്റെ പൊന്നാര കുട്ടി ഇപ്പോൾ ഒരു 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കുട്ടിയടക്കം എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തോടു കൂടി, കാരുണ്യത്തോടു കൂടി. എൻ്റെ കുട്ടി ഇബ്രാഹിം നബി സ്വപ്നം കാണാനുണ്ടല്ലോ. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, എൻ്റെ മാനെ അന്ന അറക്കണം, ഞാൻ കിനാവ് എടുക്കണം. ഇത് വാപ്പ എന്താ മകനോട് പറയാൻ നിൽക്കേണ്ട കാര്യം? പിടിക്കുക, കെട്ടുക, കൊണ്ടുപോയിട്ട് അറക്കുക, ഏതാ പോലെ. പക്ഷെ വാപ്പ മകനെ വിളിച്ചിട്ട് ആ വിളി എന്താന്നറിയോ? യാ ബുനയ്യ, എൻ്റെ പൊന്നാര മോനെ, വല്ലാത്തൊരു കിനാവാണ് ഞാൻ കണ്ടിരിക്കണത്, അന്ന അറക്കണം എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായം? അനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ കുട്ടി ഇങ്ങോട്ട് പറയുന്നുണ്ട്. എന്ത്? വാപ്പ ഇഫൽമാത്തോ ഉമ്മ, ഞാൻ നിങ്ങളെ മകനല്ലേ, പിന്നെ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നമ്മളെ അവനോട് ചോദിച്ചാൽ എന്താ പറയാ? വാപ്പ അമ്മാതിരി വർത്താനായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. നിങ്ങൾ അറക്കണ കിനാവ് വേണമെങ്കിൽ കണ്ടോ, ഇന്ന അറക്കണ കിനാവ് നിങ്ങൾ കാണാൻ നിൽക്കണ്ട. നിങ്ങൾ അറക്കണ കിനാവ് വേണമെങ്കിൽ ഞാൻ കണ്ടോളാം. പക്ഷെ ഇന്ന അറക്കണ കിനാവായിട്ട് നിങ്ങൾ വന്നാലുണ്ടല്ലോ, അത് ഭയങ്കര അപകടകരമായ കളിയാ. അമ്മാതിരി കിനാവ് നിങ്ങൾ അല്ലെങ്കിൽ പൊട്ട കിനാവാണ്, മറ്റേ കിനാവാണ് പറഞ്ഞിട്ട് നമ്മൾ വ്യാഖ്യാനം വെറുതെ മിണ്ടാതിരുന്നോളി മനുഷ്യ. നിങ്ങൾ ഇമ്മാതിരി കിനാവൊക്കെ കണ്ട് മനുഷ്യനെ ഞെട്ടിക്കാൻ ഇതല്ലേ നമ്മൾ പറയാം. പക്ഷേ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, വാപ്പാ നിങ്ങളെ കുട്ടിയാണ് ഞാൻ, നിങ്ങളോട് അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം വാപ്പാനറിയാം നിഷ്കളങ്കനാണ്, സ്നേഹമുള്ളവനാണ്, പ്രവാചകനാണ്, അതിരറ്റ വാത്സല്യമുള്ളവനാണ്, കുട്ടിയോട് സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ സ്നേഹം കൊണ്ട് വലയം ചെയ്യണം. നമ്മളിന്നും വീടുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടി പറഞ്ഞാലേ എനിക്ക് മൊബൈലാകണമെന്ന്. കുട്ടി മൊബൈലായി കഴിഞ്ഞാൽ എന്താണ്? പാപ്പാന്റെ കയ്യിലുണ്ടാവും, ഉമ്മാന്റെ കയ്യിലുണ്ടാവും, കിടക്കനോടത്തുണ്ടാവും, ഇരിക്കനോടത്തുണ്ടാവും, നടക്കനോടത്തുണ്ടാവും, ഒക്കെ ഈ കുട്ടി ഉണ്ടാവും. ഇതിപ്പോ പെരയിലേക്കൊക്കെ കയറി വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഞാനിരുന്നിട്ട് ഇതുമ്മ വർത്താനം പറയുന്നു, നിങ്ങൾ ഇരുന്നിട്ട് അപ്പുറത്തെ വർത്താനം പറയുന്നു. കുട്ടി അപ്പൊ തന്നെ അപ്പൊ കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നാൽ ഓന്റെ മൊബൈൽ എടുത്ത് ഓനോട് കുജാതായിട്ട് നോക്കി അവിടെ പോയിരുന്നു പറയും. എന്നാൽ പിന്നെ ഓനെ അവിടെ ഇരുന്നു. പിന്നെ ഇത്തിക്കാഫും തറാവും തഹജ്ജുദും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് ഓനെ. നമ്മളും അങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സാധനം അവിടെ ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ശരിക്കും മൊബൈലിനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ കുട്ടികളെയും മക്കളെയൊക്കെ ഒപ്പം ഇരുന്നിട്ട് നിങ്ങളിപ്പോൾ അങ്ങനെ ഇരിക്കലുണ്ടോ? വീട്ടിൽ ഉണ്ടോ? നമ്മളൊക്കെ അങ്ങനെ ഇരിക്കലുണ്ടോ? നമ്മളെ മക്കളെയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് തീന്മേശയിലെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കണതിന് 27 ഇരട്ടി കൂലിണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച് നിസ്കരിക്കണതിൽ മാത്രമല്ല കൂലി, എല്ലാം ജമാഅത്തായിട്ട്. പാപ്പാനെ കാണാൻ പോകുമ്പോൾ, ഉമ്മാനെ കാണാൻ പോകുമ്പോൾ, അയലോക്കക്കാരെ കാണാൻ പോകുമ്പോൾ, തിന്നാൻ പോകുമ്പോൾ, ഉടുക്കാൻ പോകുമ്പോൾ, എടുക്കാൻ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? ഒരുമിച്ച് പോവുക.
ഒരുമിച്ച് പോവുക. അതുകൊണ്ട് അങ്ങാടിയിൽ മുഴുവൻ ഇറങ്ങി വട്ടം തിരിഞ്ഞ് കറങ്ങി പോകണം. സഫ മറവ എന്ന് പറഞ്ഞാണ്ട് ജല്ലറിയിലും ടെക്സ്റ്റൈൽസിലും പോകണമെന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വേറെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ഇടയിലുള്ള സഫ മറവയ്ക്കിടയിൽ അതിനും പോവുകയാണെങ്കിൽ ഒരുമിച്ച് ഇങ്ങോട്ട് പോയി അതിൻ്റെ അന്തസ്സും വൃത്തിയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിൻ്റെ അകത്തലങ്ങളിൽ നമ്മൾ ഒരുമിച്ചൊരുത്തി. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറയുന്നത്? ഇവർക്ക് വേറെ ആളുണ്ട് കാത്തിക്കാൻ. ആങ്ങളമാർ ഇഷ്ടം പോലെയാണ്, പെങ്ങന്മാരും ഇഷ്ടം പോലെയാണ്, സ്നേഹിക്കാൻ ഏതാണ്ട് ചെന്നാൽ മതി പുറത്തേക്ക്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ പുറത്തേടിയിട്ട് നമ്മളെ കുട്ടികൾ എന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ കോളേജുകളുടെയും സ്കൂളുകളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോയാൽ പരിച്ചു നിന്നു. നമ്മൾ പണ്ടത്തെ കാലത്തെ മാതിരി ഒരദബുമില്ല, ഒരു ഹുലുക്കുമില്ല, ഒരു ഇഹ്സാനുമില്ല, ഒരു തഖ്വയില്ല, ഒരു ധർമ്മമില്ല. നമ്മൾ വളരെ മാന്യമായിട്ട് കണ്ട സംഗതികളെപ്പോലും ഒരു പേടിയില്ലാതെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആൺകുട്ടീൻ്റെ അടുത്ത് പോയിട്ട് കൈ കൊടുക്കണം നമ്മളെ പെൺകുട്ടീൻ്റെ തോളിൽ കൈ വിട്ടിട്ട് ഓൻ വർത്താനം പറയുന്നു, ഓൻ്റെ ബൈക്കിൻ്റെ വേക്കിൽ ഓളെ ഇരുത്തുന്നു, അല്ലെങ്കിൽ ഓള് ബൈക്ക് ഓടിയിട്ട് ഇവിടെ പോകുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോയി കൊടുത്തും കേട്ടുകൊടുത്തും പറഞ്ഞു കൊടുത്തുമൊക്കെ നമ്മളെ വലിയ കോളേജും സ്ഥാപനങ്ങളിലൊക്കെ പോയാൽ പ്രശ്നം എന്താ? നമ്മുടെ പേര് നമ്മൾക്ക് വേണ്ടത്ര നിറഞ്ഞ നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ വീട്ടിലെ മക്കൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ അതിൻ്റെ അതിർവരമ്പുകൾ നമ്മൾ പറഞ്ഞല്ലോ, തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഖുർആനിൽ നോക്കി എത്ര വാപ്പാരാണ് മക്കളെ വിളിച്ചിട്ട് ഉപദേശങ്ങൾ നൽകണത്. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. നിങ്ങൾ ഇസ്മായിൽ നബിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹം ഇന്നഹു കാന യഅ്മുറു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. കുടുംബത്തിനും കുട്ടികളെയും വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് നമസ്കാരത്തെക്കുറിച്ചും സകാത്തിനെ കുറിച്ചും അദ്ദേഹം അവരോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ നേരം ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയൊക്കെ മരിക്കുന്ന സമയം മക്കൾ അടുത്തേക്ക് വിളിച്ചിട്ട് അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കണം കേട്ടോ. അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത ദീനാണ് കേട്ടോ. ഇത് നിങ്ങൾ അടിയറ വെക്കരുത്, പണയം വെക്കരുത്. സ്വന്തം മക്കളെ വിളിച്ചിട്ട്, ഞാൻ പറഞ്ഞത് വീട്ടിലെ തീന്മേശകളിൽ മുതൽ മരണാനന്തര ഘട്ടങ്ങളിലടക്കം സ്വന്തം മക്കളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുപ്പിക്കാനും ഇടചേർക്കാനും വേണ്ടി നിരന്തരമായ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരായ വാപ്പാരുമാരൊക്കെ. എന്നിട്ട് ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ പ്രശ്നം ഉണ്ടായാൽ ഉടനെ കൗൺസിലറെ കാണാൻ പോകും. ഞാനും പെണ്ണുങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ഓൾ എന്നോട് പറയും നിങ്ങളൊന്ന് കൗൺസിൽ ചെയ്യണമെന്ന്. ഓൾ എന്നോട് വല്ല പറഞ്ഞാൽ ഞാനും പറയാം അന്നൊന്ന് കൗൺസിൽ ചെയ്യണമെന്ന്. കുട്ടികളുടെ സ്വഭാവ രീതിയൊക്കെ മാറിയാൽ ഞാൻ പറയും ഓലെ രണ്ടാളും കൊണ്ടുപോയിട്ട് ഒന്ന് കൗൺസിൽ ചെയ്യണം, ഉടനെ കൗൺസിൽ ചെയ്യണമെന്ന്. കൗൺസിൽ ചെയ്യണമെന്നെ വേറെ ആരോ കൗൺസിൽ ചെയ്യേണ്ടി വരും. കാരണം അത്രയും പ്രശ്നം മൂപ്പരെ വരയിലുണ്ടാവും. എന്നാലും മൂപ്പരെ കൗൺസിലിംഗ് ചെയ്യും, ഞാനും കൗൺസിലിംഗ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവിടെ അപ്പുറത്തുണ്ട് പട മേടിച്ച് പന്തളത്ത് എന്നപ്പോൾ പന്തം കൊളുത്തി പ്രകടനം എന്ന് പറഞ്ഞാൽ മാതിരിയാണ് മിക്ക കൗൺസിലർമാരും. അതൊരു ജോലിയാണ്, അതിന് വരുമാനമൊക്കെ ഉണ്ടാവും, നടന്നോട്ടെ, അത് ചെയ്യേണ്ടെന്നൊന്നുമല്ല നമ്മൾ പറയണത്. അപ്പൊ കൗൺസിൽ ചെയ്യണം എന്ന് നമ്മൾ പറയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കണം. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആരാ? മക്കളെ കൗൺസിൽ ചെയ്യേണ്ടത് ആരാ? വാപ്പിയമ്മയാണ്. വാപ്പിയമ്മയാണ് ഏറ്റവും സുഹൃത്തുക്കളെ പോലെ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ പോലെ, അവരുടെ ഒരു സുഹൃത്തിനോ അവർക്ക് എന്തും മറല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന വാപ്പിയമ്മയായിട്ട് വീട്ടിൽ നമ്മൾ മാറണം. നമ്മളെ പെൺകുട്ടിക്ക് ഉമ്മ എനിക്ക് ഇങ്ങനൊരു സംഗതി ഉണ്ട്, എൻ്റെ കോളേജിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇന്നൊരു ചുഴിയിൽ കുടുങ്ങിയിട്ടുണ്ട്, ഞാൻ ഇന്നൊരു കുണ്ടിൽ ചാടിയിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ആൺകുട്ടിക്ക് വന്നിട്ട് വാപ്പാനോട് പറയണം, വാപ്പ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധമുണ്ട്, നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിക്കണം. വാപ്പയും ഈ കുട്ടിയും ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വീട്ടിലുള്ള മക്കൾക്ക് ഇപ്പൊ എന്നോട് എൻ്റെ കുട്ടിക്ക് വരാൻ പറ്റൂല. അവസാനം ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ട് പറയാം, ഉസ്താദ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ കേസുണ്ട്, നിങ്ങളൊന്ന് കൈകാര്യം ചെയ്യട്ടെ. കൗൺസിലറെ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറയാം, നിങ്ങളൊന്ന് മാനേജ് ചെയ്യേണ്ട ഈ പ്രശ്നം. വാപ്പാന്നുള്ള എനിക്ക് ഞാനാണ് പറഞ്ഞാൽ ക്ലിക്കാവണില്ലേ. ഓളെ പഠനം, ഓളെ സ്കൂള്, ഓളെ കോളേജ്, ഓളെ ആഭരണം, ഓളെ കല്യാണം, ഓൻ്റെ എല്ലാ സംഗതിയും നടത്തി കൊടുക്കണത് ഞാൻ. എന്നാൽ ഗുണകാംക്ഷയിലും സ്നേഹത്തിലും ഏറ്റവും നന്നായി കാര്യങ്ങൾ പറയാൻ കഴിവില്ലാത്തവരായിട്ട് ബാക്കിയൊക്കെ ഉണ്ടാക്കി നല്ല ഭയങ്കര പെരകയറ്റ്, ഭയങ്കര കോഴ്സിനയച്ച്, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ ഒരുക്കി, തൊഴിലൊരുക്കി കൊടുത്ത്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും മക്കളെ സ്വർഗത്തിലേക്കും നേർവഴിയിലേക്കും നയിക്കാൻ ആവശ്യമായൊരു ഉപദേശം ഹൃദയസ്പർക്കായ രീതിയിൽ നിർവഹിക്കാൻ കഴിയാത്തവണ്ണം ദുർബലരായി വാപ്പയും ഉമ്മയും മാറുന്ന ഒരു സ്റ്റേജ് ഇതുണ്ടാകാൻ പാടില്ല. നമ്മളെ വീട്ടിലുണ്ടാകാൻ പാടില്ല. നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മളെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കും. നിങ്ങൾ നബിൻ്റെ ചരിത്രം കണ്ടിട്ടുണ്ടാവുമല്ലോ. അലീബ് നബി തോലിബും ഫാത്തിമ ബീവിയൊക്കെ വരും റസൂലിനെ കാണാൻ വേണ്ടിയിട്ട്. ഫാത്തിമ ബീവിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പെണ്ണായിട്ട് 10-25-30 വയസ്സൊക്കെ ഉണ്ടാവും. ആ സമയത്ത് വീട്ടിൽ വന്നാൽ നബി കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കും.
അലി റളിയല്ലാഹു നമ്മളൊക്കെ ഇപ്പോൾ മരക്കൾ അങ്ങനെ എടുത്തു പിടിക്കും. നമ്മളൊക്കെ മരക്കൾ അങ്ങനെ എടുത്തു പിടിക്കലുണ്ടോ? നമ്മളെ പേരയിൽ മരവും വന്ന പേരക്കുട്ടികൾ ഹസൻ ഹുസൈനും ഒക്കെ ഉണ്ട്. ഇവിടെ രണ്ടിനും കൂടെയും കൂട്ടി ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും പിടിച്ച് ഈ കുട്ടികളെ രണ്ടാളെയും നടുവൊക്കെ റസൂല് തലയിലിടുന്ന ഈ അബായ ഉണ്ട്, അറബിയുടെ തട്ടുണ്ടല്ലോ, ആ തട്ടിട്ടിട്ട് ഇങ്ങനെ കിട്ടും പൊതിഞ്ഞു പിടിച്ച് കിട്ടും. അള്ളാഹു ഇതിന്റെ കുട്ടികളും മക്കളുമാണ്, ഇവരോട് നീ കരുണ ചെയ്യണം. റസൂല് പ്രാർത്ഥിക്കാം, ഇത് നിന്റെ കുട്ടികളും മക്കളുമാണ്, നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട്. എത്ര വീട്ടില് ധാരാളം കെട്ടിച്ച വീട്ടില് ഭയങ്കര സംഘർഷമായിട്ടാണ് ഈ പെൺകുട്ടി വരുന്നുണ്ടാവുക. കാരണം പുതിയാപ്പിള എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഇതിങ്ങനെ കാന്തോ ഇരുമ്പായിട്ട് നിൽക്കല്ല, ഭയങ്കര തീയും വെള്ളവും പോലെ ഒരിക്കലും ചേരാത്ത രണ്ട് സാധനമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിന്റെ കയറ്റം ഇറക്കമൊക്കെ ആ പെരയിലുണ്ടാവും. ഈ വിഷമങ്ങളൊക്കെ ആയിട്ട് വരുന്ന പെൺകുട്ടി, അതേപോലെ ആൺകുട്ടി ഉണ്ടാവും. വലിയ പ്രതീക്ഷകളോട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് അവൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർന്നില്ല, എന്നിട്ടോ അതൊക്കെ കൂടി പ്രഷർ കുക്കർ പോലെ തലയിലിട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളടുത്തേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലടാ സാരല്ലേ, ഒക്കെ ശരിയാവും, അള്ളാഹു വഴി തുറക്കും. എന്നിട്ടൊന്ന് കൂട്ടിപ്പിടിച്ച് നിർത്തിയിട്ട് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അള്ളാഹു എൻ്റെ ഇണകളിൽ നിന്നും കുട്ടികളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകുന്ന, എന്നെ നിസ്സഹായമാക്കുന്ന, നിന്ദ്യമാക്കുന്ന, അപമാനിക്കുന്ന, എന്നെ തോൽപ്പിക്കുന്ന, ഞാൻ നിരാശനായി നിലംപതിക്കുന്ന കാഴ്ചകളിൽ നിന്ന്, എൻ്റെ ഇണയുടെയും കുട്ടികളുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് കണ്ണിന് കുളിർമ നൽകി എന്നെ അനുഗ്രഹം. അള്ളാഹ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ്. അപ്പൊ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് പടച്ചവനോടാണ് പറയാം, അള്ളാഹു എൻ്റെ കുട്ടി ഇങ്ങനെ പ്രശ്നത്തെ കുടുങ്ങിയിട്ടുണ്ട്, എൻ്റെ മരോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തെ കുടുങ്ങിയിട്ടുണ്ട്, എൻ്റെ മരുമകൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ പുതിയാപ്പിളക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ പെണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അള്ളാഹു എന്നെ സഹായിക്കണം. നമ്മൾ ആരെങ്കിലും ചെയ്യലുണ്ടോ? ചെയ്യണം. ആദ്യം അള്ളാഹിനോട് പറയണം. അപ്പൊ അള്ളാഹു വഴി തുറന്നു തരും. അപ്പൊ ഞാൻ പറഞ്ഞത്, വീട്ടിൽ ചേർത്ത് പിടിക്കാനും കോർത്തു പിടിക്കാനും സ്നേഹവും കാരുണ്യവും അതിരുകളില്ലാതെ വീടിൽ വിതരണം ചെയ്യാനും കഴിയുന്ന വീടായിട്ട് നമ്മുടെ കുടുംബങ്ങളെ, വീടുകളെ നമ്മൾ മാറ്റണം. ഞാൻ അവസാനിപ്പിക്കാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ലിബറലിസത്തിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നമ്മളെടുത്തേക്ക് വന്നിട്ട് നമ്മളെ കല്യാണം, നമ്മുടെ തക്കാരം, നമ്മുടെ ആഘോഷങ്ങൾ, ഇപ്പോൾ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ മതി, ഓനൊരാളുടെ കൊണ്ടുവരികയാണ്, ഓള് ഒരാളായിട്ടുണ്ട് വരികയാണ്, എന്നിട്ട് നമ്മളെ ഏതായാലും നിക്കാഹ് നടത്തി കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. എന്നായിക്കോട്ടെ നിക്കാഹ്. നമ്മളൊക്കെ ഇപ്പോൾ നിക്കാഹിനൊക്കെ പോയാൽ പേടിച്ച് നിൽക്കല. കാരണം നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെന്താണ് അവിടെ നടക്കാൻ പോണത്? അള്ളാഹു അഅലം. അമ്മാതിരി സാധനമാണ് പിന്നെ അവിടെ. ഒരു ഇസ്ലാം ഉണ്ടാവില്ല. പിന്നെ ആദ്യം പാട്ടാ തുടങ്ങുക, പാടിയാ പിന്നെ ആടൽ തുടങ്ങും, ആടിയാ പിന്നെ മറിയൽ തുടങ്ങും, മറിയാ പിന്നെ ചാടൽ തുടങ്ങും. ആരൊക്കെ ചാടുന്നു ആരൊക്കെ മറിയുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഉണ്ട് ചാടാനും ആടാനും മറിയാ. മുസ്ലിം കല്യാണങ്ങളിലടക്കം നമ്മളെ നാണിപ്പിക്കുന്ന കല്യാണങ്ങൾ, ആഡംബരത്തിന്റെ, അമിതാഘോഷങ്ങളുടെ, അതിരുവിടലുകളുടെ. എന്നിട്ട് കല്യാണത്തിന് ആണ് ഏതൊക്കെ ആണ് സ്റ്റേജുമൊക്കെ ഒന്നായിട്ടുണ്ട് കയറാണ്, എല്ലാവരും കയറാണ്. ആരൊക്കെപ്പം നിന്ന് ആരൊക്കെ ഫോട്ടോ എടുക്കണം? ഈ മൊബൈൽ വന്നോണ്ടുള്ളൊരു ഷെറാണത്. എന്നാ പിന്നെ ഇത് വെച്ചോണ്ട് ഈ ക്യാമറാമാനെങ്കിലും നമ്മൾക്കൊന്ന് വിരിച്ചുവിട്ടൂടെ? കാരണം എല്ലാ കയ്യിലും മൊബൈലുണ്ട്, ആങ്ങൾ ഇരുന്നിട്ട് എടുത്താൽ മതി എല്ലാ ഫോട്ടോ. പക്ഷെ ഒരു 6 ക്യാമറാമാൻമാരുണ്ടാവും. പുതിയാപ്പിള്ളെ കൊണ്ടുവരുമ്പോൾ ആനനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന മാതിരിയാണ് കൊണ്ടുവരിക. കുറച്ചേരം അവിടെ നിർത്തിയും കിട്ടി, പിന്നെ ചണ്ടയൊക്കെ ഒന്ന് കൊട്ടി, എന്നിട്ട് എല്ലാവരും പൂജയും വഴിപാടൊക്കെ അവിടെ കൊടുത്ത്, പിന്നെ 2 സ്റ്റെപ്പ് ഒന്നും കൂടി മുന്നോട്ട് വെച്ച്, എന്നിട്ട് ഈ വാപ്പി ഇമ്മി ഉസ്താദും ഒക്കെ ഇവിടെ കയറി ഇരുന്നിട്ട് വെറുങ്കൽച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ സാധനം ഒന്ന് സ്റ്റേജുമ്മ കയറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ക്യാമറാമാൻ വന്നിട്ട് ഓൻ പറയണ, എടി ഇത് ഇങ്ങനെയാണ് ഇടേണ്ടത്. നമ്മളെ പെൺകുട്ടിയോട് ഒരു അന്യാണ് അന്യ പെണ്ണിനെ തൊടാൻ പറ്റുമോ? ആരാണ് നമ്മുടെ ഫോട്ടോ എടുക്കേണ്ടത്? ഏതൊക്കെ ഫോട്ടോ ആണ് നമ്മൾ എടുക്കേണ്ടത്? എന്തിനാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? ഇനി അങ്ങനെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണം, നിങ്ങളൊക്കെ കയ്യിൽ മൊബൈലില്ലേ? നിങ്ങളെ കുട്ടീൻ്റെ ഫോട്ടോ നിങ്ങൾ എടുത്താൽ പോരെ? ഇതാർക്കൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ഇപ്പോൾ 40, 30 ഒക്കെ കഴിഞ്ഞിട്ട് വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. അതാ 40 വർഷത്തെ വിജയിച്ച ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഇതിലേക്കിട്ട് കയറ്റി ആർക്കൊക്കെ അത് അയച്ചു കൊടുക്കുന്നത്? ആരൊക്കെയാണ് നിങ്ങളെ കാണേണ്ടത്? നിങ്ങളെ കാണേണ്ടവരെ നിങ്ങളെ കാണേണ്ടതുള്ളൂ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കള്. സൂറത്തൊന്നുള്ളൊക്കെ പറയേണ്ട ആരുമ്പിലേക്കാണ് നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റുക? ആരുമ്പിലേക്കാണ് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുക? എവിടേക്കാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? ഒരതിരുകളുമില്ല. ആരും വന്നിട്ട് ഫോട്ടോ എടുക്കും, എവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കും. ആര് കല്യാണമൊക്കെ വന്നാലേ നമ്മളെ പുറത്തൊക്കെ പോയി പഠിക്കാൻ വന്ന കുട്ടിയാണെങ്കിൽ ഓല കൂട്ടുകാരൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. വന്നിട്ട് ഓല് ഇതേപോലെ നിരന്നണ്ടിരിക്കുകയാണ്. ഓല അവിടെ ഇരുന്ന് അങ്ങോട്ട് കയ്യൊക്കെ കൊടുത്ത് വർത്താനം പറഞ്ഞ് ചിലപ്പോൾ റൂമിൽ കടന്നുറങ്ങിയാൽ പോലും വാപ്പയും വാ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടികളെ വിളിച്ചിട്ട് നമ്മൾ പറയണം, അതിര് വിടരുത്. അള്ളാഹു ആഘോഷിക്കണേനൊന്നും പ്രശ്നമില്ല. മദീനയിലെ പെണ്ണുങ്ങളോട് റസൂൽ പറയുന്നുണ്ട്, ഓൽക്ക് പാട്ടും കളിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പാട്ടും കളിയും പെണ്ണുങ്ങൾ എടുത്ത് നടത്തുക. പാട്ടും കളി പെണ്ണുങ്ങളെ എടുത്ത് നടത്തുക, ആണുങ്ങൾ എടുത്ത് നടത്തുക. അല്ല, ആണും പെണ്ണും കൂടിയിട്ട് ചാടി മറിയലുണ്ടല്ലോ. ആ അന്യ ആണിന്റെ മുമ്പിൽ അന്യ പെണ്ണുങ്ങളും അന്യ പെണ്ണിന്റെ മുമ്പിൽ അന്യ ആണുങ്ങളും തമ്മിൽ പാട്ടിനും പറയലിനൊന്നും ഇസ്ലാമില്ല. അങ്ങനെയൊന്നും ആരും ഇതിനെ ഉറക്കി കിടത്തേണ്ട കാര്യമൊന്നുമില്ല. കല്യാണം ഒരാഘോഷമാണ്. ആ ആഘോഷത്തെ ആഹ്ലാദപൂർവ്വം വരവേൽക്കാം. പക്ഷെ എന്തുണ്ടാവരുത്?
ഐറ്റങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. മഞ്ഞ കല്യാണം, പച്ച കല്യാണം, അതുപോലെ തന്നെ ചുവപ്പ് കല്യാണം, ഉടുത്ത കല്യാണം, ഉടുക്കാത്ത കല്യാണം, ഉടുപ്പിക്കണ കല്യാണം, എന്തൊക്കെയാണ് ഒരു വീട്ടിൽ നടക്കുക കല്യാണം എന്ന് പറഞ്ഞിട്ട്. ഇത്ര പൈസയാണ് കൊണ്ടുപോയിട്ട് മുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും വളരെ ഗൗരവത്തോടു കൂടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ കല്യാണം, തക്കാരം, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ, ആഘോഷങ്ങളുടെയൊക്കെ ദൂർത്തിനെ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കുകയും വളരെ മനോഹരമായി അതിനെ നിയന്ത്രിച്ചു. അപ്പോൾ കല്യാണമൊക്കെ വരുമ്പോൾ വാപ്പിയും ഇമ്മയും കുട്ടികളും ഒക്കെ ഇരുന്ന് ആലോചിക്കുക, ഇസ്ലാമിൽ ഇങ്ങനെയാണ് കല്യാണം നടത്തേണ്ടത്, ഇങ്ങനെയല്ലേ മോളെ നമ്മുടെ കല്യാണം നടത്തേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനം എന്താ? നമ്മുടെ കുട്ടികളും മക്കളും ഒക്കെ എവിടേക്ക് പോകണം? നിങ്ങളുടെയൊക്കെ അവസാനത്തെ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ഓതി വെച്ച ആയത്താതെ യാ യുഹല്ലദീനാമനു, വിശ്വാസികളെ അൻഫുസക്കും, ആദ്യം നിങ്ങളെ സ്വർഗത്ത് കൊണ്ടുപോകണം കേട്ടോ. നിങ്ങളാരും കൊണ്ടുപോകില്ല, അവനാൻ കൊണ്ടുപോകണം. അവനാ കൊണ്ടുപോകണം. വാപ്പ വിളിച്ചിട്ട് കുട്ടീനെ ആയിട്ട് സ്വർഗത്ത് പോകില്ല, കുട്ടി വിളിച്ചിട്ട് വാപ്പാനെ ആയിട്ട് സ്വർഗത്ത് പോകില്ല. നബി പറയുന്നുണ്ട്, ഫാത്തിമ എനിക്ക് ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം, പക്ഷെ അന്നെ അവിടേക്ക് സ്വർഗത്തിലാക്കാൻ എൻ്റെ അടുത്ത് സാധനമല്ല. അമ്മായിനെ വിളിച്ച്, എളാപ്പാനെ വിളിച്ച്, വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ച് റസൂൽ പറയുന്നുണ്ട്, നമുക്ക് ആരും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം നമ്മളെ സ്വർഗം നമ്മൾ ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ എന്ത് ചെയ്യണം? അഹ്ലീക്കും, നിങ്ങളുടെ മക്കളെ, നമ്മളെ മക്കൾക്കും കുടുംബത്തിനും, ഇണകൾ, മാതാപിതാക്കൾ, കുട്ടികൾ, പേരക്കുട്ടികൾ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവസാനം അവർ എത്തുന്നത് ഖബറിലും ബർസഖിലും മഹ്ശറയിലും നരകത്തിലേക്കുമാണെങ്കിൽ എത്ര വലിയ സങ്കടവും നിരാശയും തീരാനഷ്ടമാണത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെയും മക്കളെയും ഇണകളെയും മാതാപിതാക്കളെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഏറ്റവും മനോഹരമായ ജീവിതം നമ്മുടെ കുടുംബത്തിലും വീടുകളിലുമൊക്കെ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ധാരാളം വശങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട്, അതിലേക്ക് ഞാൻ പോയിട്ടില്ല. നിങ്ങൾ ഈ ഇസത്തെക്കുറിച്ച്, ലിബറലിസത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഈ വാദങ്ങളൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ മക്കളും നമ്മുടെ യുവാക്കളും ഒക്കെ തലതിരിഞ്ഞ് നിങ്ങളോടൊക്കെ വർത്തമാനം പറയുമ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ജീവിതത്തിൽ അള്ളാഹുവിലേക്കാണ് യാത്ര എന്നുള്ള പരിസമാപ്തി അവിടേക്കാണെന്നും അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുമാറുള്ള നല്ല ഗുണകാംക്ഷയുള്ള സ്നേഹനിർഭരമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇടപെടലുകളും ഒക്കെ നടത്തി നമ്മുടെ പുതിയ തലമുറയെയും നമ്മുടെ മക്കളെയും ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റാൻ കഴിയുന്ന, നമുക്കും അതിനനുസരിച്ച് മാറാൻ കഴിയുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് വികസിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലിബറലിസം എന്ന് പറയുന്ന ഇബ്ലീസിനെ, ശൈത്താനെ, താഗൂത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാഹിലിയ്യത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് വളരെ ഗൗരവമായ ചില വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ജമാഅത്തെ ഇസ്ലാമി ഇനിയും ധാരാളം വർക്കുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ഇതിൻ്റെ ചെറിയ ചർച്ചകളും ഗ്രഹാങ്കണ യോഗങ്ങളും അതിൽ ചോദിക്കലും അന്വേഷണങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ വിശകലനം ചെയ്യാനും അതിൻ്റെ ഭവിഷ്യത്തുകളിൽ നിന്ന് എനിക്ക് നിങ്ങൾക്കുമൊക്കെ രക്ഷപ്പെടാനും ഒക്കെ കഴിയുന്ന അതിരടയാളങ്ങളും വേലിക്കെട്ടുകളും വരമ്പും ഒക്കെ മനസ്സിലാക്കി കൂടുതൽ മനോഹാരിതയുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുമാറ് എന്നെയും നിങ്ങളെയും ചിട്ടപ്പെടുത്താൻ ഈ വർത്തമാനവും പറയലും കേൾക്കലും ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.